സർവമത സത്യവാദം എന്നതാണ് നമ്മുടെ ഒരു വിഷയം. ഒരുപക്ഷെ നേരത്തെയൊന്നും ഇതുപോലുള്ള വേദികളോ പൊതുവെ കേരളക്കരയിൽ ഇത്തരത്തിലുള്ള വേദികളിൽ ചർച്ച ചെയ്യാത്ത ഒരു വിഷയമായിരുന്നു ഇത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ചില ചലനങ്ങൾ ചില മേഖലകളിൽ നിന്ന് നമ്മൾ കണ്ടുവരുന്നുണ്ട്. മഹാത്മാഗാന്ധി നമുക്കെല്ലാവർക്കും അറിയാം. മദർ തെരേസ കുറേ ആളുകൾക്ക് അറിയും, കുറേ ആൾക്കാർക്ക് അറിയില്ല. ഇവരൊന്നും സ്വർഗത്ത് പോകില്ല എന്നാണോ നിങ്ങൾ പറയണത്? അതാണ് ഈ ചോദ്യത്തിൻ്റെ, ഈ വിഷയത്തിൻ്റെ മർമ്മം എന്ന് പറയണത്. സ്വന്തം ജീവിതം തന്നെയും മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുകയും, മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറയണത് നമുക്കറിയാം. എന്താണ്, ഒരു തുണി മാത്രം ഉടുത്തൊരു ഫക്കീറാണല്ലോ, ഷർട്ട് വരെ ഇടൂല. ഇത്രയധികം സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്തിരുന്നൊരു മനുഷ്യൻ അവസാനം ഏതോ ഒരാളുടെ വെടിയേറ്റ് അയാൾക്ക് മരിക്കേണ്ടിയും വന്നു. ഇത്രയും സമൂഹത്തിന് നന്മകൾ ചെയ്ത, പുണ്യങ്ങൾ ചെയ്ത ഗാന്ധി ഒരു വശത്തുണ്ട്, തെരുവോരങ്ങളിൽ കിടക്കുന്ന രോഗികളും അശരണരുമായ ആളുകൾക്ക് വേണ്ടി ജീവിതം മൊത്തം ത്യജിച്ച മദർ തെരേസ എന്ന് പറയണ ഒരു വനിത, അവരെ കുറിച്ചിട്ട് നമുക്കറിയാം. അല്ല, ഇവരൊന്നും സ്വർഗത്ത് പോവില്ലേ? പിന്നെ നമ്മളാണോ പോണത്? ഇവരെ പകുതി പോലും ചെയ്യാത്ത, കാൽഭാഗം പോലും ജീവിതം കൊണ്ട് സമൂഹത്തിന് നന്മകൾ ചെയ്യാത്ത നമ്മളാണോ സ്വർഗത്ത് പോവുക? എന്ത് ഇവർക്ക് സ്വർഗത്ത് പോയാൽ? അതിനിടയിൽ വേറൊരാൾ പറഞ്ഞു, മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ ഇത് രസമുണ്ടാവുക, ഇങ്ങനെ ഒരു യാതി വരണ്ടൊരു സ്വർഗമായിരിക്കും. അപ്പോൾ ഓലൊക്കെ വേണം, മമ്മൂട്ടി വേണം, മോഹൻലാൽ വേണം, മഹാത്മാഗാന്ധി വേണം. അതുപോലെ ആരാന്ന് വെച്ചാൽ എല്ലാവരെയും കൂട്ടിക്കൊളി. അപ്പം ഇവരെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസം ഉണ്ടാവും സ്വർഗത്തിൽ. മറ്റതെന്ത് ഒരു യാതി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിപ്പോൾ കുറേ ആളുകളിൽ അത് ക്ലിക്കാവുന്നുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറ. ഇത് ഇന്നും നിലയിൽ തുടങ്ങിയതൊന്നുമില്ല, നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്, വിദേശ രാജ്യങ്ങളിലും ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഈ ഒരു പുതിയ സാഹചര്യത്തിൽ ചിലയിടങ്ങളിലെങ്കിലും വ്യാപകമായി പ്രചാരണം നടത്തപ്പെടുകയും ഏതാനും ചില ആളുകൾ നമസ്കാരം, നോമ്പ്, പള്ളി എന്നൊക്കെ പറയുന്ന ആളുകൾ മാത്രമൊന്നുമല്ല സ്വർഗത്ത് പോവുക, നന്മ ചെയ്യണ ആർക്ക് വേണമെങ്കിലും സ്വർഗത്ത് പോകാം എന്ന് വിശ്വസിക്കുന്ന വലിയ വലിയ ആളുകളുണ്ട്, ചെറിയ ചെറിയ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലാനുള്ളത്. വളരെ പ്രമാണബദ്ധമായി കുറേ ഖുർആനും ഹദീസും എല്ലാം കൂടെ വാരി വലിച്ച് അങ്ങനെയൊന്നും പറയണില്ല. നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കാം. ഇതിൽ കേരളത്തിൽ മുസ്ലിം പേരുള്ള സാഹിത്യ നായകന്മാർ എന്നൊക്കെ പറയുന്ന ഹൈ ലെവലിൽ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഇതിൻ്റെ ശരിയായ വാക്താക്കളായിട്ട് നമ്മുടെ നാട്ടിലുള്ളത്. അതിങ്ങനെ പതിയെ പതിയായിട്ട് ഇപ്പോൾ ഒരു മുസ്ലിം എന്താണ് പണ്ഡിതന്മാരെന്നോ എന്നൊക്കെ പറയണ ചില ആൾക്കാർ, അവർക്കും ഈ ഒരു രോഗം തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക്. അപ്പോൾ ഈ രണ്ട് വിഭാഗവും ഇപ്പം പിന്നെ സുഖമാണല്ലോ, ഏത് മനുഷ്യൻ്റെ കിടപ്പറയിലേക്കും ആശയം കൊണ്ടു കൊടുക്കാൻ ഇന്ന് സാധ്യമാണ്. കാരണം ഈ സാധനം കയ്യിലുള്ളിടത്തോളം കാലം എവിടെ വേണമെങ്കിലും നമുക്ക് കയറി ചെല്ലാം. പണ്ട് പറ്റില്ലായിരുന്നു. പണ്ട് ഇതുപോലെ ഒരു പരിപാടി വെക്കണം, ഇവരൊക്കെ വന്ന് കേൾക്കണമായിരുന്നു, വേറെ വഴിയില്ല. ഇന്ന് സുഖമാണ്. ഇതിനകത്തൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കിടപ്പറേൻ്റെയും അടുക്കളേൻ്റെ ഉള്ളിൽ ഈ സാധനം എത്തും, അവിടെ നിന്നൊക്കെ കേൾക്കാം, മനസ്സിലാക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഇത് ഇത്തിരി കൂടുതൽ വ്യാപിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്നാൽ സ്വന്തമായിട്ട് കേൾക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്നെനിക്ക് തോന്നുന്നു, ഞാൻ അതിൻ്റെ പിറകെ പോണു, വേറൊരാളോട് ചോദിക്കൂല, അന്വേഷണമില്ല, ഒന്നുമില്ല, അതിൻ്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇത് എന്താണ് ശരിക്കും? മനുഷ്യൻ ഏത് മതം സ്വീകരിച്ചാലും കുഴപ്പമില്ല, എല്ലാം സത്യമാണ്. ഇസ്ലാം സത്യമാണ്, ഹിന്ദുമതവും സത്യമാണ്,
ക്രിസ്തുമതവും സത്യമാണ്. പിന്നെ ഇപ്പം നമ്മളുടെ ഇടയിൽ വല്ലാതെ കാണാത്ത ജൈന, ബുദ്ധ എന്നൊക്കെ പറയണ വളരെ എണ്ണപ്പെട്ട ആളുകൾ മാത്രമുള്ള ചില മതങ്ങളുണ്ട്. എല്ലാം സത്യമാണ്. നിങ്ങൾ ഏത് മതമനുസരിച്ച് ജീവിച്ചാലും സ്വർഗത്ത് പോവാം. അതാണ് ഈ വാദത്തിൻ്റെ അടിസ്ഥാനം. അതിനായത്ത് തെളിവുണ്ട്, ഹദീസ് തെളിവുണ്ട്, പലർക്കും പലതരം തെളിവുകളുണ്ട്. ആ തെളിവൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേറെ ചില കാര്യങ്ങളിലേക്ക് സംസാരിക്കാം. മൊത്തത്തിൽ ഈ ഒരു വാദം കുറച്ചു കാലം മുമ്പ് കുറച്ച് ശക്തമായി വന്നു, പിന്നെ ഇടക്കാലത്ത് അത് ഇടിഞ്ഞു പോയി. ഇപ്പം രണ്ടാമത് വീണ്ടും വരിക. നമുക്ക് മനസ്സിലാവും എന്താണെന്ന് ചോദിച്ചാൽ, മതങ്ങളെക്കുറിച്ച് ഒരു വിവരവുമില്ലാത്ത ചില ആളുകളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മതം എന്താണെന്ന് പഠിച്ച ഒരാളിത് പറയില്ല. ഏതെങ്കിലും ഒരു മതം പഠിച്ചാൽ മതി. എല്ലാ മതവും സ്വർഗത്ത് പോവും, എല്ലാ മതത്തിലൂടെ നമ്മൾ വളർന്നാലും അതിൻ്റെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിച്ചാലും നമുക്ക് പരലോകത്ത് മോക്ഷം കിട്ടും എന്നൊന്നും ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് വിവരമുള്ള ഒരാളും പറയില്ല. ആരെങ്കിലും പറയണുണ്ടെങ്കിൽ ഒറ്റ മതത്തെക്കുറിച്ചും ഒന്നും അറിയാത്ത ആളാണ് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ചില ആളുകൾ മതത്തിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാം, എന്നിട്ടും ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു തരം കപട വിശ്വാസികളെന്നോ മറ്റൊക്കെ നമുക്ക് പറയാം. കപടന്മാരാണ്, അവർക്ക് കാര്യം അറിയായിട്ടല്ല. എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമൂഹത്തിൽ ഒരു പുതിയ ചിന്താധാര കൊണ്ടുവന്നിട്ട് നിലവിലുള്ള മത സംവിധാനങ്ങളെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് അറിവുള്ള കുറേ കപടന്മാരും മറ്റൊരു ഭാഗത്ത് ഒരു വസ്തു അറിയാത്ത ചില ബോഷന്മാരും ചേർന്നിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു വാദോ ഒരു ആശയഗതിയോ ഒരു ആദർശമോ എന്തോ ആണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എന്താ ഇതുകൊണ്ട് നേട്ടം? എന്താ? ഏത് മതത്തിൽ ചേർന്നാലും ഏത് മതം അനുസരിച്ച് പ്രവർത്തിച്ചാലും സ്വർഗം കിട്ടും. എന്താ ഒരാളങ്ങനെ പറഞ്ഞിട്ട് അയാൾക്കെന്താ നേട്ടം? അതിൻ്റെ പിന്നിൽ ചില സംഗതികളുണ്ട്. എനിക്ക് തോന്നുന്നത് കേരളത്തിലും ഇത്തരത്തിലുള്ള ചില ചിന്താഗതികൾ വന്നത് കേരളത്തിൽ ഇസ്ലാം അതിശക്തമായി പ്രചരിപ്പിക്കപ്പെടുകയും ആളുകൾ കൂട്ടമായി ഇസ്ലാമിലേക്ക് വരികയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. കൂട്ടമായി വരിക എന്ന് പറഞ്ഞാൽ ഈ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന, അവർ താഴ്ന്ന ജാതിയാന്ന് നമുക്ക് അഭിപ്രായമില്ലല്ലോ, അവരെ ആരെയൊക്കെയോ താഴ്ന്ന ജാതിയാന്ന് പറയുന്നുണ്ട്. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ വളരെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വരേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ തടഞ്ഞു നിർത്താൻ ഏറ്റവും പറ്റിയ ഒരു സാധനമായിരുന്നു ഇത്. നിങ്ങളെന്തിന് ഇസ്ലാം ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രബോധനം നടത്തി നടക്കുന്നതിൻ്റെ കാര്യം എന്താ? ഏത് മതത്തിൽ ചേർന്നാലും സ്വർഗത്ത് പോകാമല്ലോ, പിന്നെ എന്തിനിപ്പോൾ ഇസ്ലാം മാത്രം? നിർത്തിക്കളി. ഇസ്ലാം മാത്രം നമുക്ക് ആവശ്യമില്ല. അത് ഹിന്ദു ആയാലും ക്രിസ്ത്യൻ ആയാലും ഇനി വേറെ ഏതോ ഒരു ആദർശക്കാരനായാലും നന്മ ചെയ്യുന്ന ആളുകളെല്ലാവരും സ്വർഗത്ത് കയറും. അതുകൊണ്ട് പ്രബോധനത്തിൻ്റെയോ മതപ്രചാരണത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല, തൽക്കാലം നമുക്ക് അത് നിർത്തിക്കളയാം എന്ന് തീരുമാനിച്ച ചില ആളുകളാണ് തുടക്കകാലത്ത് ഇതിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്നത് എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇടക്കാലത്ത് വർഗീയത എന്ന് പറഞ്ഞൊരു സാധനം വന്നു നമ്മുടെ നാട്ടിൽ. വർഗീയത. അപ്പോൾ ഇത് പല ദിക്കുകളിൽ നിന്നും പ്രചാരണം മുറുകി അതിൻ്റെ ഒരു പ്രത്യേക ആശയം തൻ്റെ മതം മാത്രമാണ് ശരി എന്ന് പറയുന്നത് വർഗീയതയാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ മാത്രമാണ് ശരി, ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, അങ്ങനെ പറയാൻ പാടില്ല. അത് വർഗീയതയാണ്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ, സഹിഷ്ണുത പാലിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ 4 വാക്ക് പറഞ്ഞാലുണ്ട്. ഈ സഹിഷ്ണുത, എല്ലാവരെയും ഉൾക്കൊള്ളുക, ഇന്ന് ഭയങ്കര സാധനമാണ്. ഇൻക്ലൂസീവ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുതിയ സാധനമുണ്ട്. അതിനു വേണ്ടി ഉപയോഗിച്ചു പിന്നീട്. അപ്പോൾ ഈ വർഗീയത എന്നുള്ള ചാപ്പ നമുക്കിഷ്ടമല്ല. നമ്മളെ ആരെങ്കിലും നീ ഒരു വർഗീയവാദിയാണ് എന്ന് സ്റ്റാമ്പ് ചെയ്താൽ നമുക്കത് സഹിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? എൻ്റെ മതം മാത്രമാണ് ശരി എന്ന് ഞാൻ പറയണില്ല, ഏതുമാകാം. നന്മ ചെയ്യുകയാണെങ്കിൽ ഏതു മതമായാലും മതി എന്ന് പറഞ്ഞ് കുറേ ആളുകൾ പതിയെ ആ വശത്തേക്ക്
നീങ്ങിത്തുടങ്ങിയത് കേരള ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മതസഹിഷ്ണുതയുടെയും വർഗീയതയുടെയും പേരിൽ, അതല്ലെങ്കിൽ നിലവിലിരിക്കുന്ന മതപ്രചാരണ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ വേണ്ടി, അതിനെ തടസ്സം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ചില പ്രത്യേക ആശയങ്ങളാണ് ഈ എല്ലാ മതവും സത്യമാണ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവൻ അത് പറയില്ല. കേരളത്തിൽ ഒരു യുഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുസ്വാമികൾ, ശ്രീനാരായണ ഗുരു, അതിൻ്റെ ആൾക്കാർ ഇന്ന് നമ്മുടെ ഈ മലബാറിലേക്ക് കുറവാണ്. അതങ്ങോട്ട് തെക്കൻ ജില്ലയിലാണ് കൂടുതലുള്ളത്. SNDP എന്നൊക്കെ പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ ഒക്കെ അല്ലേ, അത് തന്നെ സാധനം. ശ്രീനാരായണ ഗുരു, ആകെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഹിന്ദു മതത്തിനകത്ത് പരിഷ്കാരം വരുത്താൻ വേണ്ടി അത്യന്തം അധ്വാനിച്ചിരുന്ന ഒരു മത നവീകരണത്തിൻ്റെ വക്താവായിരുന്നു നാരായണ ഗുരു. അത് നമുക്കറിയാം. ഈ നാരായണ ഗുരുവിൻ്റെ മൊത്തം ആശയങ്ങൾ പഠിച്ചെടുത്തതിന് ശേഷം അവരുടെ ചില മുദ്രാവാക്യങ്ങളുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അതാണ് ശ്രീനാരായണ ഗുരു. ഈ നാരായണ ഗുരുവിനെ ഒരു ചില്ലിൻ്റെ കൂട്ടിലിട്ടിട്ട് ഒരു മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ട് എവിടെയെങ്കിലും ഇരുത്തിയിട്ടുണ്ടാവും. ഒന്ന് പോയി നോക്കി എവിടെയെങ്കിലും. നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതാണ് ശ്രീനാരായണ ഗുരു. നാരായണ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ തെളിവൊന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൊത്തം കൃതികളും എടുത്ത് പരിശോധിച്ചാൽ ഇത്തരം ചില ആശയങ്ങൾ അതിലുണ്ട് എന്നെന്താക്കാം, മനസ്സിലാക്കാം. അതാണ് വലിയ ഒരു തത്വശാസ്ത്രമായിട്ടോ മറ്റോ കൊണ്ടുപോകുന്നത്. അതിനെ ഒരു സംഘടിത രൂപത്തിൽ ആക്കിയ പ്രസ്ഥാനമാണ് SNDP എന്ന് പറയുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നൊക്കെ പറഞ്ഞ SNDP. ഏത് മതമായാലും കുഴപ്പമില്ല, എല്ലാ മനുഷ്യർക്കും കൂടി ഒറ്റ മതമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ അതിൻ്റെ അവസ്ഥ ചരിത്രമൊന്നും ഞാൻ നോക്കണില്ല. ഇപ്പം SNDP വേറൊരു പുതിയ മതം, അത് വേറെ മതമായി. അത് രാഷ്ട്രീയ രംഗത്ത് SNDP വരുന്നുണ്ട്. അതുമാത്രമല്ല, അവർക്ക് ആരാധനകളുണ്ട്, പൂജകളുണ്ട്, വഴിപാടുകളുണ്ട്. എവിടെ? നാരായണ ഗുരുവിടെ പ്രതിമക്ക് മുമ്പിൽ. പറഞ്ഞു വരുന്ന അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഏത് മതമായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു വന്നവർ തന്നെ സ്വന്തം ഒരു മതം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ ആരാധനയുണ്ട്, പൂജയുണ്ട്, എല്ലാ സാധനമുണ്ട്. അവർ മറ്റൊരു മതത്തിലേക്ക് വരണമെന്നും നമ്മൾ കാണുന്നില്ല. ഇരിക്കട്ടെ, ഇങ്ങനെ ചില ചരിത്ര പശ്ചാത്തലം കേരളത്തിൽ ഈ ഒരു വാദം ഉണ്ടായിത്തീരുന്നതിന് നമ്മൾ കാണുന്നുണ്ട്. അല്ല, കേൾക്കാൻ നല്ല രസമുള്ളതല്ലേ? എല്ലാവരും സ്വർഗത്തിൽ, ഏത് മതമായാലും കുഴപ്പമില്ല. എത്ര 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 നല്ല നല്ല ആൾക്കാരുണ്ട് ഓരോ മതത്തിൽ. തീരെ മതത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ട്. എന്തൊരു നല്ല സ്വഭാവവും പെരുമാറ്റമുള്ള ആളുകൾ. നിരീശ്വരവാദികളായിരിക്കാം, പക്ഷെ അവരുടെ പെരുമാറ്റവും സ്വഭാവവും അവരുടെ പ്രവർത്തനവും ഒക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന വളരെ മാനവികമായി മനുഷ്യത്വപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇവർക്കൊന്നും സ്വർഗത്ത് പോയില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിശ്വസിക്കുക? അതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് പഠിച്ചു നോക്കണം. അങ്ങനെ തന്നെയാണോ സംഗതി? ഇപ്പോൾ ഇസ്ലാം മതത്തിലെ ആളുകൾ ഒഴിച്ച് ബാക്കി ഇപ്പോൾ ഹിന്ദു, ക്രൈസ്തവ തുടങ്ങിയിട്ടുള്ള മതങ്ങളിലെ അവരുടെ പൗരോഹിത്യ ശ്രേണി നമ്മളെടുത്ത് പരിശോധിച്ചാൽ, നിങ്ങളൊരു മതസഹിഷ്ണുതയുടെയോ മറ്റോ എന്തൊക്കെ ഒരു പരിപാടി സംഘടിപ്പിക്കണം, അതിലൊരു അച്ഛനെ വിളിക്കണം, ഏതോ ഒരു സ്വാമിയെ വിളിക്കണം, എല്ലാവരെയും വിളിച്ചോളൂ, അവർ ഇതേ സാധനങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തരും. ഞാൻ എത്രയോ വേദിയിലേക്ക് കേട്ടിട്ടുണ്ട്. എല്ലാ പുഴകളും ഒഴുകി ഒഴുകി അവസാനം കടലിലാണ് എത്തുക. ശരിയാണല്ലോ? അങ്ങനെ ഒരു ഉദാഹരണം പറയും. അപ്പം നമുക്കും തോന്നി ശരിയാണ്. അതുപോലെ എല്ലാ മതങ്ങളും അവസാനം ഒരൊറ്റ ദൈവത്തിൽ അല്ലെങ്കിൽ ഒരൊറ്റ സ്വർഗത്തിലാണ് എത്തുക. ഉദാഹരണം ഗംഭീരമായിരിക്കും. ചിലരെഴുന്നേറ്റുന്നിട്ട് പറയും, ഈ ഭൂമിയിലാകമാനം പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്ന സൂര്യൻ, ആ സൂര്യനിൽ നിന്ന് ആയിരക്കണക്കിന് പ്രകാശരശ്മികൾ താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് പ്രകാശരശ്മികൾ വരുന്നത് ഒറ്റ സൂര്യനിൽ നിന്നല്ലേ? അതുപോലെയാണ്
ഇസ്ലാം ഒരു പ്രകാശരശ്മിയാണ്, ഹിന്ദുമതം വേറൊരു പ്രകാശമാണ്, ക്രിസ്തുമതം വേറെ പ്രകാശം, ജൂതമതവും മറ്റുമൊക്കെ വേറെ പ്രകാശം. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഒറ്റ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒറ്റ പടച്ചോനിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ തമ്മ് തല്ലൊന്നുമല്ല. നിങ്ങൾ പ്രബോധനമായിട്ട് വരരുത്. നിങ്ങളെന്തിനാ നിങ്ങളെ മതത്തിലേക്ക് ക്ഷണിക്കുന്നത്? ഞങ്ങളെ മതത്തിൽ നിന്നിട്ട് ജീവിച്ചാലും സ്വർഗം കിട്ടും, നിങ്ങളെ മതത്തിലായാലും സ്വർഗം കിട്ടും. പിന്നെ എന്തിനിത് പ്രശ്നം ഉണ്ടാക്കണത്? ഇത് വല്ലാതെ ഒരുപാട് ആളുകളെ പിടിച്ചു വലിച്ചിട്ടുണ്ട് കേട്ടോ. ഭരണാധികാരികളായ ആളുകൾ പലരും നിയമനിർമ്മാണമൊക്കെ നടത്തി തുടങ്ങിയില്ല. മതപ്രബോധനമൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് നിയമം വന്നു തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലുമൊക്കെ. അതിനൊന്നും ആവശ്യമില്ല. എല്ലാവരും നല്ലവരാണ്, നല്ലവരെല്ലാവരും സ്വർഗത്ത് പോയിക്കൊള്ളും എന്നാണ് ഈ പറയണത്. അപ്പോൾ ഇവിടെ നമുക്ക് ചില ചെറിയ കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ശരിയാണോ, അല്ല ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ടോ, സംഗതി ശരിയാണല്ലോ, ഗാന്ധിജി ഒന്നും സ്വർഗത്ത് പോവില്ലെങ്കിൽ പിന്നെ എന്തിനാപ്പത്, പിന്നെ ഇപ്പം നമ്മളാ പോവുക എന്നൊക്കെ ചോദിച്ചിട്ട് ആകെ വേവലാതിപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഏതായിരുന്നാലും ഞാൻ സ്വർഗത്തിൽ പോകണം എന്ന് വിചാരിച്ച് ഗാന്ധിജി ഒന്നും ചെയ്തിട്ടില്ല. ആവശ്യമില്ലാത്തവർക്ക് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉള്ളവർ ചോദിക്കുമ്പോൾ കൊടുക്കാമല്ലോ. ഗാന്ധി എന്തെങ്കിലും ചോദിച്ചോ? ഞാനിങ്ങനെ പല ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എനിക്ക് ആ സ്വർഗത്തിന് തന്നേക്ക് എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ അങ്ങേര് ചെയ്തത്. അത് വേറെ. നമുക്ക് മതങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കണം. എല്ലാ മതവും ഒരുപോലെ സത്യമാണോ? സത്യമല്ല. അതൊരു മതവും അംഗീകരിക്കില്ല. മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാതലായ വശം അതിൻ്റെ ഒരു വിശ്വാസശാസ്ത്രമാണ്. രണ്ടാമത് അതിൻ്റെ ഒരു കർമ്മകാന്ഡം, നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യണ ഒരു രണ്ടാമത്തെ ഒരു ഭാഗമാണ്. നമുക്ക് വിശ്വാസത്തെയും തുടങ്ങാം. പെട്ടെന്ന് മനസ്സിലാക്കാൻ ആയത്തുകൾ വേണ്ട, ഹദീസ് വേണ്ട, ഒന്നും വേണ്ട. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നതൊക്കെ മുസ്ലിങ്ങളാണ് എന്ന നിലയ്ക്ക് നമുക്ക് നമ്മുടേതായ വിശ്വാസം നമുക്കറിയാൻ പറ്റും. ഇസ്ലാമിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു ദൈവം ഉണ്ട്, പ്രപഞ്ച സൃഷ്ടാവായ ഒരു നാഥനുണ്ട് എന്ന് വിശ്വസിച്ചാൽ പോരല്ലോ. ഉണ്ട് എന്നുള്ള വിശ്വാസം പല ആളുകൾക്കും ഉണ്ട്. അതുകൊണ്ട് കാര്യമായില്ല. അത് എങ്ങനെ വിശ്വസിക്കണം, ഏത് രൂപത്തിൽ വിശ്വസിക്കണം, അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, എല്ലാം ഖുർആനിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ആ വിശ്വാസം നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാനത് അത് വിശദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വിശ്വാസം തന്നെയാണോ മറ്റ് മതങ്ങളിലുള്ളത്? നമ്മുടെ ഇടയിൽ കൂടുതൽ കണ്ടുവരുന്നത് ഹിന്ദുമതമാണ്. നമ്മുടെ അയൽക്കാരെങ്കിലും ഉണ്ടാവും, ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടാകാം. ഇതുവരെ ചോദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ മതത്തിൽ ഈ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളത് ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളത് എന്താ? ഇസ്ലാം മതം ഏക ദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഒരു കോംപ്രമൈസും ഇല്ലാത്തൊരു വിശ്വാസം. നമുക്കറിയാം. ഹിന്ദു മതത്തിൽ ആ ഒരു പ്രശ്നമുണ്ടോ? ഏകദൈവത്തിലേ വിശ്വസിക്കാവൂ എന്നുണ്ടോ? ഏകദൈവത്തിൽ ആരോ വിശ്വസിക്കുന്നുണ്ടോ? സംഗതി ശരിയാണ്. ഭഗവത്ഗീത മുതൽ അങ്ങ് മേലോട്ട് വേദങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ ശ്ലോകങ്ങളും വാക്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതേ വേദങ്ങളിൽ തന്നെ മനുഷ്യൻ ഏകദൈവത്തിൽ തന്നെ വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയണ്ടല്ലോ. ദൈവം 2 ആകാം, 3 ആകാം. അങ്ങനെ പറഞ്ഞ് സാധാരണ നമ്മൾ കേൾക്കുന്നത് പോലെ 33 കോടി ദൈവമാകാം. ഇതിപ്പോൾ അമ്പലവയൽ എവിടെയോ ഒരു ക്ഷേത്രം ഉണ്ടോ നിങ്ങളൊന്ന് നോക്ക്. ആ ക്ഷേത്രത്തിന് ഒരു ബോർഡ് വെച്ച് കാണും. എന്തോ ഒരു ദേവി അല്ലെങ്കിൽ അമ്മ എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ച് കാണും. ക്ഷേത്രം അല്ലേ? ഇവിടുന്ന് ബത്തേരി പോയാൽ ആ ദൈവം ആരാന്ന് ചോദിച്ചാൽ അറിയില്ല. ആ മതക്കാർക്ക് പോലും അറിയില്ല. കാരണം അത് ആ പ്രദേശത്ത് ഗ്രാമത്തിൽ മാത്രമുള്ള ഒരു ദൈവമാണ്. അത് ഓരോ കുടുംബത്തിനും ദൈവമുണ്ട്. എൻ്റെ കുടുംബം ആരാധിക്കുന്ന ഏതോ ഒരു ദൈവം, അതിനൊരു ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് വെച്ച് അതിൽ കുറച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു പൂജയാണ്. അതേ ദൈവം വേറെ ആരെങ്കിലും ഇതേ മതത്തിൽപ്പെട്ട ആളുകൾ പൂജിക്കുന്നുണ്ടോ? അതെനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം എന്നില്ല. ഓരോ ഗ്രാമത്തിലും ഓരോ വീട്ടിലും ഓരോ പ്രദേശത്തും കൊച്ചു കൊച്ചു ദൈവങ്ങളാണ്. അതത് നാട്ടുകാർ ആ ദൈവങ്ങളെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഒരു നാഷണലായി ഇന്ത്യയിൽ മൊത്തം ആരാധിക്കപ്പെടുന്ന ദൈവം എന്നൊക്കെ ചോദിച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയായിരിക്കും. ചിലരുണ്ട് അത് കുറച്ച് കാലമായിട്ട്
തെക്കേ ഇന്ത്യയിലേക്ക് വടക്കേ ഇന്ത്യൻ ദൈവങ്ങൾ വന്നിട്ടുണ്ട്. ഞാനത് കുറ്റം പറയാൻ വേണ്ടി പറയല്ല. ഹിന്ദുമതത്തിലെ ദൈവവിശ്വാസം എന്നത് ഇസ്ലാമിലെ ദൈവവിശ്വാസം പോലെ പ്രപഞ്ച സൃഷ്ടാവായ ഏകനായ ഒരു തമ്പുരാൻ എന്നുള്ളൊരു വിശ്വാസം അല്ല. നേരെ മറിച്ച് ഓരോ കുടുംബത്തിനും ഓരോ ഗ്രാമത്തിനും അനുസരിച്ച് വിവിധ തരം ദൈവങ്ങളാണ്. ആ ഗ്രാമത്തിലുള്ള ദൈവത്തെ മറ്റൊരു ഗ്രാമക്കാർക്ക് പരിചയം പോലും ഉണ്ടാവില്ല. അത് ഏതോ ഒരു അമ്മയോ എന്തോ ഒരു ദേവിയോ എന്തോ ആയിരിക്കും ഒരു ഗ്രാമത്തിൽ. അത് ഇന്ത്യയിൽ വേറെ എവിടെങ്കിലും പോയാൽ അതേ പേരുള്ള ഒരു ദൈവത്തെ കാണണമെന്നില്ല. ഇതിനു മാത്രം വൈവിധ്യങ്ങളുള്ള, അതാണ്ട് എണ്ണം പറയാൻ പറ്റാത്തതുകൊണ്ടാണ് പറയണത്, 33 കോടി ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു മതവിഭാഗമാണ് ഹിന്ദു മതവിഭാഗം എന്ന് പറയണത്. അപ്പോൾ ഏകദൈവ വിശ്വാസം മാത്രമേ പാടുള്ളൂ, ഏകദൈവ ആരാധന മാത്രമേ പാടുള്ളൂ. ഒന്നിലധികം ദൈവങ്ങളെ ആരാധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗമല്ല നരകം മാത്രമേ കിട്ടൂ എന്ന് ഖുർആൻ കൃത്യമായിട്ട് പറയണ്ടല്ലോ. ഒന്നിലധികം ദൈവങ്ങളെ ആരാധിച്ചാൽ പിന്നെ നരകത്ത് പോവില്ലേ? പോവും. അപ്പം പിന്നെ എങ്ങനെയാണ് ഹിന്ദുമതവും ഇസ്ലാം മതവും ഒരേപോലെ സ്വർഗത്ത് കയറുക? അങ്ങനെ അത് കയറാൻ സാധ്യതയില്ലല്ലോ. ഹിന്ദുമതത്തിൽ വേറെ ഒരു തരം വിശ്വാസധാരയുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ വലിയ ഹൈന്ദവ പണ്ഡിതന്മാർ എന്നൊക്കെ പറയുന്ന വലിയ സന്യാസിമാരൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അദ്വൈത ദർശനം, അങ്ങനൊരു സാധനമുണ്ട്, അദ്വൈതം. കേരളത്തിൽ കാലടിയിലെ ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയ, അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇന്ത്യ രാജ്യത്ത് മൊത്തത്തിൽ അതിന് പ്രചാരണം കൊടുത്തത് കാലടിയിലെ ആദിശങ്കരനാണ്. പഠിച്ച എല്ലാവർക്കും അറിയാം. അദ്വൈതം എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്രഷ്ടാവ് എന്നീ രണ്ടെണ്ണമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഞാനത് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കൂല, ഒക്കെ ഫിലോസോഫിയാണ്. അത് പറഞ്ഞിട്ട് വെറുതെ തല പുതുന്നാക്കണ്ട. ഏതായാലും കുറച്ച് ചായയും നെയ്യപ്പൊക്കെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു നോക്കുകയാണ്, മനസ്സ് കയറുമെന്ന്. സൃഷ്ടിയും സ്രഷ്ടാവും, അതിൻ്റെ ഒരു വേറെ ഭാഷ പറഞ്ഞാൽ ജീവാത്മാവും പരമാത്മാവും, അങ്ങനെ പറഞ്ഞാലാണ് അതിൻ്റെ ആ രീതിയിൽ ഇങ്ങോട്ട് വരുള്ളൂ. ജീവാത്മാവും പരമാത്മാവും ഒന്നോ രണ്ടോ എന്നൊരു ചർച്ചയുണ്ട്. അതിൽ അദ്വൈതികളായ ആളുകൾ വിശ്വസിക്കുന്ന, അദ്വൈതി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളൊരു സാധനം അതായിരിക്കണം. പണ്ട് സ്വാമി വിവേകാനന്ദൻ എന്നൊക്കെ കേട്ടില്ലേ നമ്മൾ? ആ സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള ആളുകൾ പ്രചാരണം കൊടുത്ത ഒരു സാധനമാണ് ഈ അദ്വൈതം എന്ന് പറയുന്നത്. അത് ഇന്ന് എല്ലായിടത്തും അതിൻ്റെ വലിയ ആളുകൾ ധാരാളം ഉണ്ട്. അവർ പറയണത് എല്ലാം ദൈവമാണ്, രണ്ടെണ്ണ ഇല്ല. ആ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് മലയാളത്തിൽ. ആ ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ടില്ല, ഒന്നേ ഉള്ളൂ, ഉള്ളത് ദൈവമാണ്. അപ്പം ഞാൻ ദൈവം, മൈക്ക് ദൈവം, തൂണിലും തുരുമ്പിലും അവിടെയും ഇവിടെയും ഒക്കെ ദൈവം, എല്ലാം ദൈവം തന്നെയാണ്. അല്ല, ദൈവം എന്ന് പറഞ്ഞൊരു പ്രത്യേക സാധനത്തിൻ്റെ ആവശ്യമില്ല, നീ തന്നെ ദൈവമാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന കേട്ടില്ലേ നിങ്ങൾ? ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഫിലോസഫിയാണ്, അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണത്. സൃഷ്ടികളൊന്ന് വേറെ, സ്രഷ്ടാവ് വേറെ, അങ്ങനെയൊന്നുമില്ല. എല്ലാം ദൈവ, ഞാനും ദൈവം, നിങ്ങളും ദൈവം, എല്ലാവരും ദൈവം. അദ്വൈതത്തിൻ്റെ പൂർണ്ണരൂപമൊന്നുമല്ല, അദ്വൈതം പൂർണ്ണമായിട്ട് പറയാനും പറ്റൂല, അത് പറയേണ്ട കാര്യമില്ല. ഞാൻ പറയണം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് പടച്ചവൻ എന്ന് പറഞ്ഞ ഏകനാണ്. പടച്ചവൻ സ്രഷ്ടാവാണ്, അവൻ സൃഷ്ടിയല്ല. അദ്വൈതത്തിൽ സൃഷ്ടിയും സ്രഷ്ടാവും ഒന്നാ. അപ്പം എങ്ങനെ ഇത് രണ്ടും കൂടി ഒന്നാകുക? ഒരേ വിശ്വാസമാണോ രണ്ടും? അല്ലല്ലോ, രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. സൃഷ്ടിയും സ്രഷ്ടാവും രണ്ടാന്ന് പറയുന്ന വിശ്വാസം ഹിന്ദുവിലുണ്ട്. ഒന്നാന്ന് പറഞ്ഞാലും നിങ്ങൾ ഹിന്ദുവാണ്, രണ്ടാണ് എന്ന് പറഞ്ഞാലും ദൈവം വേറെ നമ്മൾ വേറെ, അങ്ങനെ പറഞ്ഞാലും നമ്മൾ ഹിന്ദു തന്നെയാണ്. അതിന് ദ്വൈതം എന്ന് പറയും. രാമാനുജനോ അതുപോലെയുള്ള വലിയ ഇവരുടെ സന്യാസിമാർ തുടങ്ങിയ ആൾക്കാർ ഉണ്ടാക്കി വെച്ച സാധനങ്ങളാണ്. ദൈവം വേറെ, ഞാൻ വേറെ, അതല്ല, ദൈവവും ഞാനും ഒന്ന് തന്നെ. ഇതൊക്കെ പറഞ്ഞാലും നമ്മൾ ഹിന്ദു തന്നെയാണ്, ഒരു വ്യത്യാസവും അതിൽ വരൂല. ഇങ്ങനെ ഒരുപാട് വിശ്വാസധാരകളാണ് ദൈവവിശ്വാസത്തെക്കുറിച്ച് ഹിന്ദുമതം പുലർത്തുന്നത്. ഹിന്ദുമതത്തിൽ വേറൊരു സാധനം ചാർവാക സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധാന്തമുണ്ട്. ചാർവാക മുനി അല്ലെങ്കിൽ ചാർവാക മഹർഷി ലോകത്തിന് പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമുണ്ട് ഹിന്ദു മതത്തിൽ. 8 ഫിലോസഫീസാണ് ഇവർക്കുണ്ടാവുക. ഈ 8ൽ പെട്ടതാണ്
ഒന്ന് ചാർവാകം. ചാർവാകം എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെക്കാണ് ചാർവാകന്മാർ എന്ന് പറയാൻ. ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാലും ഹിന്ദുമതം തന്നെയാണ്. അത് രണ്ടാണെന്ന് പറഞ്ഞാലും ഹിന്ദുമതമാണ്, ഒന്നാണെന്ന് പറഞ്ഞാലും ഹിന്ദുമതമാണ്. ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ അതും ഹിന്ദു തന്നെയാണ്. ഹിന്ദുമതത്തിന് അങ്ങനെ കണക്കൊന്നുമില്ല. ദൈവം എന്തായിരിക്കണം എന്നുള്ളതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എന്തുവാകാം. നിങ്ങൾക്ക് ചാർവാകനാകാം, നിങ്ങൾക്ക് അദ്വൈതിയാകാം, നിങ്ങൾക്ക് ദ്വൈതിയാകാം, എന്ത് വേണമെങ്കിലും ആകാം. അതിൽ തടസ്സങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതൊരു പ്രശ്നമല്ലേ? അപ്പോൾ ഇസ്ലാമും ഇതും എങ്ങനെ ഒന്നാവുക? ഇസ്ലാമിൽ ഇതൊക്കെ പറ്റുമോ? പടച്ചോനും ഞാനും ഒക്കെ ഒന്നെന്നെ എന്ന് പറയണ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ സൂഫിസം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതിൽ ഇതൊക്കെ പറയും കേട്ടോ. അത് ഇസ്ലാമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. മാഫിൽ ജുബത്തി ഇല്ലല്ലാ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് സൂഫിയാക്കൾ. എൻ്റെ ജുബക്കുള്ളിലാണ് പടച്ചോൻ ഇരിക്കണമെന്ന് പറയും. അത് ഈ അദ്വൈത ദർശനത്തിൽ നിന്ന് വരുന്ന കുറേ സാധനങ്ങളാണ്. അതിരിക്കട്ടെ. സൂഫിസം തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള സാധനങ്ങളല്ല. ശരിയായ ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇസ്ലാമിൽ അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. ഇസ്ലാമിൽ പടച്ചോനുണ്ട്, ഏകനായ ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവ് വേറെ, ഞാൻ വേറെയാണ്. ഞാനും അതും ഒന്നല്ല. പടച്ചോൻ തന്നെ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഞാൻ അതിൽ നിന്ന് പുറത്താവും. ഹിന്ദു മതത്തിൽ ആ പുറത്താണ് പ്രശ്നമല്ല. ദൈവം ഇല്ല എന്ന് പറഞ്ഞാലും നീ ആര് തന്നെ ഹിന്ദു മതക്കാരൻ തന്നെയാണ്. അതും ആകാം. ഇതെല്ലാം കൂടി അങ്ങനെ മിക്സ് ആകുക, ഇതെങ്ങനെ ഒരുപോലെ ആവുക? എത്ര വ്യത്യാസമുണ്ട് വിശ്വാസങ്ങൾ തമ്മിൽ, വളരെ വ്യത്യാസമുണ്ട്. വേറെ ഒരു മതവിഭാഗമുണ്ട് നമുക്ക് ചുറ്റും, ക്രിസ്ത്യൻസ്. നമ്മുടെ നാട്ടിൽ ഈ 2-3 മതങ്ങളേ ഉള്ളൂ. മറ്റൊക്കെ വിരലിലുണ്ടാവുന്ന ഒരാൾ 2 ആൾ അവിടെയും ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നല്ലാതെ അതിലൊന്നും ആളില്ല. ക്രിസ്ത്യൻസ് ധാരാളമായിട്ട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇസ്ലാമിലോ ഹിന്ദുമതത്തിലോ പറഞ്ഞതുപോലുള്ള ഒരു ദൈവമാണോ ക്രിസ്തുമത വിശ്വാസികളുടെ ദൈവം? അല്ല. ക്രിസ്തുമത വിശ്വാസികൾ അവർ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എത്ര ഗ്രൂപ്പുണ്ടെങ്കിലും ഈ വിശ്വാസത്തിൽ അവർക്ക് വ്യത്യാസമില്ല. ത്രിഏകത്വം എന്നാ പറയാം. ത്രിഏകത്വ വിശ്വാസം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 സാധനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക അവിയൽ പരുവത്തിലുള്ള ഒരു ദൈവമാണ് ക്രിസ്തുമതക്കാരുടെ കയ്യിലുള്ള ദൈവം എന്ന് പറയുന്നത്. അത് ഹിന്ദു മതമായിട്ട് അതിന് ബന്ധമില്ല, ഇസ്ലാം മതമായിട്ട് അതിന് തീരെ ഇല്ല. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ദൈവം ത്രിയേകത്വമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞുവെങ്കിൽ അവൻ കാഫിർ ആയിരിക്കുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അത് പറയാത്ത മുസ്ലിമും അത് പറയണ ക്രിസ്ത്യാനി രണ്ടാളും എങ്ങനെ സ്വർഗത്തിലെത്തുക? സാധ്യതയില്ല കേട്ടോ, അത് എത്തില്ല. പക്ഷെ അത് പറയണത് വലിയ മുസ്ലിം പണ്ഡിതന്മാരായിരിക്കും. വലിയ പേരൊക്കെ ഉള്ള, തലയിൽ വലിയ തൊപ്പിയിട്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നീളത്തിലുള്ള കുപ്പായിട്ട ആൾക്കാരുണ്ട്. നമ്മുടെ കേരളത്തിലുണ്ട് അങ്ങനത്തെ ആളുകൾ. ഭയങ്കര യൂട്യൂബിൽ പ്രഭാഷണമാണ്. അവരത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദൈവം ത്രിഏകമാണ്, 3 കൂടിയ 1 എന്ന ദൈവമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സങ്കല്പം ഇല്ല. ഹിന്ദുമതത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, കാരണം അത് എന്തിനും സ്വീകരിക്കും. ഏത് തത്വശാസ്ത്രയും സ്വീകരിക്കാൻ പറ്റിയ ഒന്നാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇല്ല എന്ന് പറഞ്ഞാൽ, 3 എന്ന് പറഞ്ഞാൽ, 5 എന്ന് പറഞ്ഞാലും 10 എന്ന് പറഞ്ഞാലും ഒക്കെ നിങ്ങൾക്ക് ഹിന്ദുവായി ജീവിക്കാം. അതിൽ തടസ്സമില്ല എന്നാണ് അവർ പറയാം. അപ്പം ഇതൊക്കെ വളരെ വിരുദ്ധമായ വിശ്വാസ സംഹിതകളാണ്. ഇവയെല്ലാം കൂടി എങ്ങനെയാണ് ഒന്നാവുക? ഇതെല്ലാം കൂടി എങ്ങനെയാണ് സത്യമാവുക? എല്ലാം സത്യമാവുമോ? ഒരു ദൈവമേ ഉള്ളൂ, വേറെ ദൈവങ്ങൾ ഇല്ല എന്നൊരു കൂട്ടർ പറയാം. വേറെ കൂട്ടർ പറയാം ഒരു ദൈവമല്ല, കുറേ ദൈവമുണ്ട്. അപ്പം ഏതാ ശരി? രണ്ടും എങ്ങനെ ശരിയാവണത്? ശരിയാവില്ല. വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും പരസ്പരം ശരിയാവില്ല. വൈരുദ്ധ്യം ഇല്ലാത്തതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പരസ്പരം വിരുദ്ധമായ കാര്യങ്ങൾ രണ്ടും ശരിയാന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ബുദ്ധിക്കും യുക്തിക്കും വിരുദ്ധമാണ്. മനുഷ്യനത് അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പൊ പകലാണെന്ന് ഒരാൾ പറയുന്നു, അപ്പം തന്നെ ഒരാൾ പറയുന്നു അല്ല ഇപ്പൊ രാത്രിയാണെന്ന് പറയുന്നു. രണ്ടും ഒരിക്കലും ഒരേ സമയത്ത് ശരിയാവില്ല. ഏതോ ഒന്നേ ശരിയാവും. ഒന്നുകിൽ ഇപ്പൊ പകലാണ് അല്ലെങ്കിൽ രാത്രിയാണ്. രണ്ടും കൂടി ഒരിക്കലും ശരിയാവില്ല. ഏകദൈവമേ ഉള്ളൂ എന്നതാണോ ശരി? എങ്കിൽ ഏകദൈവം അല്ല, വേറെയും ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അത് ശരിയാവില്ല. അവ ശരി ഒന്നേ ഉള്ളൂ. സർവമത സത്യവാദം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. സർവമതം സത്യമാണ്, പക്ഷെ സർവമതവും സത്യമാണ് എന്ന് പറയണത് ബുദ്ധിയുള്ള മനുഷ്യനോട് പറയാൻ പറ്റില്ല. വൈരുദ്ധ്യങ്ങൾ ഒരിക്കലും
സ്വീകരിക്കാൻ, രണ്ടും ഒരുപോലെ അംഗീകരിക്കാൻ മനുഷ്യൻ്റെ ബുദ്ധിക്ക് യുക്തിക്ക് സാധ്യമല്ല. ഹിന്ദു മതത്തിൽ വിഗ്രഹാരാധനയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാലോ. അവർ അമ്പലത്തിൽ വിഗ്രഹമാണ് വെച്ചിട്ടുള്ളത്, വീടുകളിൽ വിഗ്രഹം വെച്ചിട്ടുണ്ട്. അത് ഫോട്ടോ ആയിരിക്കാം, ചിലത് ഫോട്ടോ അല്ലാത്ത എന്തെങ്കിലും ചെറിയ പ്രതിമാ രൂപങ്ങളായിരിക്കാം. അത് മരമുണ്ട്, കല്ലുണ്ട്, സിമൻ്റുണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, ഇങ്ങനെ പലതിലും ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് വിഗ്രഹങ്ങൾ. അതിൻ്റെ അടുത്ത് പോയിട്ടല്ലേ ആരാധന നടത്തുന്നത്? ആണ് വിഗ്രഹാരാധന. അത് തെറ്റോ ശരിയോ? അത് ശരിയാണ്, അതങ്ങനെ തന്നെ നടത്തേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. അതങ്ങനെ തന്നെയാണ് നടത്തേണ്ടത്. അതിൻ്റെ ഒരു യുക്തിയും സംഗതിയൊക്കെ അവർക്ക് വേറെയുണ്ട്. അവരെന്തോ പറഞ്ഞോട്ടെ, നമ്മൾ മൊത്തത്തിൽ ഒന്ന് പറഞ്ഞു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. വിഗ്രഹാരാധന ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ്. ഇസ്ലാമിൽ എവിടെയെങ്കിലും ഈ സാധനം പറ്റുമോ? പടച്ചോൻ്റെ രൂപോ ഇനി അതല്ലാത്ത വേറെ ഏതെങ്കിലും ഒരാളെ രൂപോ എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ പൂജിക്കുക ചെയ്യണവരുണ്ടാകാം കേട്ടോ, അതില്ലാന്ന് ഞാൻ പറയണില്ല. പള്ളിക്കകത്ത് വിഗ്രഹം വെച്ച് പൂജിക്കുന്ന ആൾക്കാർ ഇന്ത്യ രാജ്യത്തുണ്ട്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. പള്ളിയാണ്, പള്ളിയിൽ ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്ത് വിഗ്രഹമുണ്ട്. അവിടെ പോലും ഒന്ന് പൂജ നടത്തുന്നു, ഇപ്പുറത്ത് കുറേ ആൾക്കാർ നിസ്കരിച്ച് പോകണം. ആ വ്യത്യാസമൊന്നുമില്ല. അത് എന്താണെന്ന് തിരിച്ചറിയാത്തൊരു കൗമാണ്. അതൊക്കെ ഇന്ത്യ രാജ്യത്തുണ്ട്. എന്തും നടക്കും. ക്ഷേത്രത്തിൽ പോകുന്ന മുസ്ലിങ്ങളുണ്ട്. അതിനെന്തെങ്കിലും അപകടം പറ്റണം, എന്തെങ്കിലും മാറാത്ത രോഗമൊക്കെ വരണം. ഏതോ ഒരാൾ വന്ന് മറ്റേ ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തേങ്ങ ഉടച്ചാൽ നിൻ്റെ രോഗമൊക്കെ മാറും എന്ന് പറയും. ഇടങ്ങാറായിട്ട് കുറേ ആൾക്കാരാണ് പോകും. അതൊക്കെ ഉണ്ട്, നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല. അടിസ്ഥാനപരമായി വിഗ്രഹാരാധന ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അത് ബഹുദൈവ ആരാധനയായിട്ട് ഇസ്ലാം പരിഗണിക്കുന്നു. ബഹുദൈവ ആരാധകർ സത്യത്തിലല്ല ലലാലിയത്തിലാണെന്നാണ് ഖുർആൻ പറയാം. ബഹുദൈവങ്ങളെ ആരാധിച്ചവൻ സ്വർഗത്തിൽ കടക്കുകയില്ല. അങ്ങനെയാണല്ലോ. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ അവർക്ക് അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. സ്വർഗത്ത് കയറൂല എന്ന് ഇസ്ലാം കൃത്യമായിട്ട് പറയാം. പിന്നെ നാലാൾ വന്നിട്ട് അത് കയറും എന്ന് പറഞ്ഞാൽ അതായിട്ട് അംഗീകരിക്കാൻ പറ്റുമോ? അങ്ങനെ അംഗീകരിക്കുക? സർവമതവും സത്യമല്ല, പരസ്പര വൈരുദ്ധ്യങ്ങളാണ്. വിശ്വാസത്തിലായാലും കർമാനുഷ്ഠാനങ്ങളായാലും വ്യത്യസ്തത പുലർത്തുന്ന, വൈരുദ്ധ്യത പുലർത്തുന്ന ആശയങ്ങളും ആദർശങ്ങളും മതങ്ങളിലുണ്ടായിരിക്കെ അതെല്ലാം ഒന്നാണ് എന്ന് പറയണമെങ്കിൽ തലച്ചോറുണ്ടാകരുത്. ഇല്ലാത്തവർക്ക് പറയാം, അല്ലാത്തവർക്ക് അത് ആലോചിക്കാൻ വലിയ പാടാ. ക്രിസ്ത്യാനികളിൽ വിഗ്രഹാരാധനയുണ്ടോ? ഹിന്ദുമതത്തിൽ വിഗ്രഹാരാധനയുണ്ട്, ഇസ്ലാമിൽ അതില്ല. അതുകൊണ്ട് തന്നെ അത് രണ്ടും രണ്ടാണ്. വിഗ്രഹം ആരാധിച്ചവൻ സ്വർഗത്തിൽ കയറൂല എന്ന് ഇസ്ലാമിന് ഉറപ്പാണ്. അപ്പോൾ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വിഗ്രഹങ്ങളുണ്ട്. വിഗ്രഹമില്ലാത്ത ഒന്നോ രണ്ടോ ഗ്രൂപ്പുണ്ട് ചെറിയ, അവർ വിഗ്രഹം വെക്കൂല. ബാക്കി മൊത്തം ആളുകൾ വിഗ്രഹങ്ങളാണ്. ഏത് ക്രിസ്ത്യൻ ചർച്ചിൻ്റെ ഫ്രണ്ടിലൂടെ പോയാലും ആരെങ്കിലുമൊക്കെ കാണും. ഒന്നുകിൽ യേശുവിൻ്റെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, എന്തോ ഒന്ന്. ഇല്ലെങ്കിൽ യേശുവിൻ്റെ മാതാവ് സെൻറ്റ് മാരി, പള്ളിൻ്റെ പേര് തന്നെ എങ്ങനെ, സെൻറ്റ് മാരീസ്, അതിൻ്റെ ഒരു വിഗ്രഹമോ എന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ചിലയിടത്ത് വേറെ കുറെ ആൾക്കാർ ഈ ക്രിസ്ത്യൻ പള്ളികൾ നോക്കുമ്പോഴേ ഈ സെൻറ്റ് മേരി എന്ന് മാത്രമല്ല, സെൻറ്റ് ജോർജ് ഇല്ലേ ഉണ്ടല്ലോ. ഈ ജോർജ് ആരാ? മേരി ഓക്കെ, മറിയം ബീവിയാന്ന് വിചാരിക്കും. ജോർജ് അതൊക്കെ വലിയ വലിയ ഔലിയാക്കൾ. അവരെ മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ അവർ സ്വർഗത്തിലാണെന്ന് ഇവരെല്ലാവരും കൂടി തീരുമാനിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അവർക്ക് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുക എന്നാണ് പറയുക. അവർ വിശുദ്ധരായി പ്രഖ്യാപിക്കും എന്ന് വെച്ചാൽ ഇവർ അള്ളാൻ്റെ കാര്യമായ ആൾക്കാരാണ്. ഇനി പ്രാർത്ഥനയൊക്കെ പടച്ചോനോട് ചോദിക്കണമെന്നില്ല, ഇവരോട് ചോദിച്ചാലും മതി എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ക്രിസ്ത്യൻ സമൂഹം. അവരുടെ വ്യത്യസ്ത പള്ളികളിൽ വ്യത്യസ്ത പ്രതിമകളാണ്. എല്ലായിടത്തും യേശു അല്ല, എല്ലായിടത്തും മറിയ അല്ല. പലയിടത്തും പലതരത്തിലുള്ള ആളുകളുണ്ട്. സെൻറ്റ് സെബാസ്റ്റ്യൻ ഉണ്ട്, അങ്ങനെ പല സെൻറ്റുമാരും ഉണ്ട്. ഇനി പോണ പോക്കിൽ നിങ്ങൾ ക്രിസ്ത്യൻ ചർച്ചിൻ്റെ പേരൊക്കെ ഒന്ന് വായിച്ചിട്ട് പോയിക്കോളി, എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം. അവിടെ വെച്ചിരിക്കുന്ന പ്രതിമ ആ പേരുള്ള ആളുടേതായിരിക്കും. അപ്പോൾ യേശു എന്ന് പറയുന്ന ഇൻഫാൻറ്റ് ജീസസ്, ഒരു ചെറിയ കുട്ടീനെ പിടിച്ചിട്ട് ഒരു പെണ്ണിങ്ങനെ നിൽക്കുന്നുണ്ടാവും, അത് മറിയാണ്. മറ്റത് ഇൻഫാൻറ്റ് ജീസസ് എന്താണ്, യേശുവിൻ്റെ ചെറുപ്രായത്തിലുള്ള അതിനെ പിടിച്ചിട്ട് ഇങ്ങനെ മറിയാൻ നിൽക്കണ ഒരു ഇത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള വിഗ്രഹങ്ങളെ വെച്ചിട്ട് അതിൻ്റെ മുന്നിലാണല്ലോ പോയിട്ട് ഇങ്ങനെ നിന്നിട്ട് മുട്ടുകുത്തിയിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു മെഴുകുതിരിയൊക്കെ അവിടെ കത്തിച്ച് വെച്ചിട്ട്
അവിടെ പോവുക ചെയ്യുക. അത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യണത്. അത് സാക്ഷാൽ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ ആരാധിക്കുകയാണോ എന്ന് ചോദിച്ചാൽ മനസ്സിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു എന്ന് പറഞ്ഞാൽ യേശു ആണെന്നാണ് അവരുടെ വിശ്വാസം. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം തമ്പുരാൻ മനുഷ്യനായി അവതരിച്ചതാണ് യേശു എന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് യേശു അവരെ സംബന്ധിച്ച് ദൈവമാണ്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. എന്നാലും നേരിട്ട് യേശുവെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ലോ, പ്രാർത്ഥിക്കുന്നവരുണ്ടായിരിക്കാം. എന്നാലും കുറേ ആൾക്കാർ ഈ വിഗ്രഹത്തിൻ്റെ മുമ്പിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിൽ അത് പറ്റില്ല. അത് ഈസി ആയാലും ശരി, മറിയം ആയാലും ശരി, സംഗതിയൊക്കെ ഓക്കെയാണ്. അവർ കാര്യപ്പെട്ട ആളുകൾ തന്നെയാണ്, നമ്മൾ അവരെ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, ഒക്കെ ശരിയാ. അത് വെച്ചിട്ട് അവരോട് പോയിട്ട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനൊന്നും പറ്റില്ല. അത് ഇസ്ലാമിലില്ല. ആ ഒരു കർമ്മം ചെയ്യുന്നതോടുകൂടി നമ്മൾ മതത്തിൽ നിന്ന് പുറത്തായി. അതാണ് നമ്മുടെ ഒരു കോൺസെപ്റ്റ്. അപ്പം പിന്നെ എങ്ങനെയാണ് ക്രിസ്തുമത വിശ്വാസിയായ ത്രിയേക വിശ്വാസി പ്രതിമകൾ വെച്ച് പൂജിക്കുന്ന ഒരുത്തനും പ്രതിമകൾ അശേഷം പാടില്ല എന്ന് പറയുന്ന ഒരു മുസ്ലിമും എങ്ങനെയാണ് സത്യമാവുക? ഒന്നേ സത്യമാവും, രണ്ടെണ്ണം ആവില്ല. അതും സത്യം, ഇതും സത്യം, അതില്ല. അത് മനുഷ്യബുദ്ധിയെ കൊഞ്ഞനം കാറ്റുകയാണ് നിങ്ങൾ. രണ്ടെണ്ണം ഒരേ സമയത്ത് സത്യമാവില്ല. രാവും പകലും സത്യമല്ല ഒരിടത്ത്. ഒന്നുകിൽ രാവ് അല്ലെങ്കിൽ പകൽ, രണ്ടാലൊന്നേ പറ്റുള്ളൂ. അപ്പോൾ വിഗ്രഹാരാധന പാടില്ലെന്നും അത് ചെയ്യുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്നും പറയുന്ന ഇസ്ലാമിക സിദ്ധാന്തവും വിഗ്രഹാരാധന ആവാം എന്ന് വിശ്വസിക്കുന്ന ഹിന്ദു മതവും ക്രിസ്തു മതവും ഇതെല്ലാം കൂടി എങ്ങനെ സത്യമാവണത്? എല്ലാം സത്യമല്ല, ഒന്നേ സത്യമുള്ളൂ. അപ്പോൾ എന്നെ നോക്കിയിട്ട് ചിലർ പറയും നീ വർഗീയവാദിയാണ്. എന്തത്? അല്ല, നിൻ്റെത് മാത്രമല്ല ശരി നീ പറയണം. അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ പറയണത് മാത്രമാണ് ശരി, ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി, അങ്ങനെ ഒരാൾ പറയാൻ പാടില്ല. അത് അഹങ്കാരം. അതെങ്ങനെ പറയാം? ഉറപ്പുണ്ടെങ്കിൽ അതൊക്കെ പറയാം. എന്താ ഒരു കാര്യം സത്യം എന്നാണ് പറഞ്ഞാൽ എന്താ? 5, 3, 8 പറഞ്ഞാൽ എന്താ ഇത്ര വലിയ വർഗീയത? അത് 5, 3, 8. ഇനി ആരൊക്കെ പറഞ്ഞിട്ടും അത് 9 ആവുമൊന്നുമില്ല. കുറേ ആൾക്കാർ പറഞ്ഞു എന്നതുകൊണ്ട് 5ഉം 3ഉം കൂട്ടിയിട്ട് 9 ആവില്ല, അത് 10 ആവില്ല, അത് 8 തന്നെയാണ്. ഞാൻ എല്ലാ കാലത്തും 5, 3, 8 എന്ന് തന്നെ പറയുള്ളൂ. അങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ അല്ല, സത്യമല്ലേ പറയണത്? സത്യമേ പറയൂ. സത്യത്തിൽ 5, 3, 8. അതുപോലെ പ്രപഞ്ച സൃഷ്ടാവനായ ഏകനായ ഒരു റബ്ബ് എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ദൈവത്തെ അംഗീകരിക്കുക. അത് ചെറിയ കുട്ടി ദൈവം ആയിക്കോട്ടെ, അല്ലെ വലിയ ദൈവം ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, അതിനെ ആരാധിക്കുക, പൂജിക്കുക. അതല്ലെങ്കിൽ അതിന് വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ പൂജിക്കുക. ഇതൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാം അതിനെ തെറ്റ് എന്നാണ് പറയാം. അപ്പം നിങ്ങളതിനെ ശരി എന്നല്ലേ പറയണത്? ശരിയും തെറ്റും എങ്ങനെയാണ് ഒരേ സമയം സത്യമാവുക? അതുമാത്രമേ എനിക്കറിയേണ്ടതുള്ളൂ. സർവ്വമതവും സത്യമാണെങ്കിൽ ഒരു തെറ്റും മറ്റേ ശരിയും ഒരേ സമയത്ത് എന്താവണം? സത്യമാകണം. തെറ്റും ശരിയും ഒരേ സമയത്ത് സത്യമാവുമോ? എങ്ങനെ? ഒന്നുകിൽ അത് തെറ്റ്, അല്ലെങ്കിൽ ഒന്നുമില്ല ശരി എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. രണ്ടും കൂടി കൂട്ടിക്കലർത്തിയിട്ട് എങ്ങനെ പറയാം? അപ്പം ഇതൊക്കെ ഈ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരുണ്ട്, കുറേ പരിഷ്കാരികൾ എന്നൊക്കെ പറയുന്ന മതേതര ജനാധിപത്യ വിശ്വാസത്തിൻ്റെ നെടുന്തൂണുകളാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവർക്കിങ്ങനെ ഈ മതേതരത്വം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും സുഖിപ്പിച്ച് പോകലാണ് മതേതരത്വം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരെയും സുഖിപ്പിക്കുക. മുസ്ലിം വേദിയിൽ വന്നാൽ നിങ്ങൾ തന്നെയാണ് എല്ലാം നമ്മളോട് പറയും. വേറെ വേദി പോയാൽ അവരോട് പറയും നിങ്ങളാണ് എല്ലാം. ഇങ്ങനെ കിട്ടുന്ന വേദിക്കനുസരിച്ച് ആശയങ്ങൾ മാറ്റി പറഞ്ഞ് എല്ലാവരെയും സുഖിപ്പിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ടാകാം. നടന്നോട്ടെ, കുഴപ്പമില്ല. അതിനർത്ഥം തെറ്റും ശരിയും സത്യമാണ് എന്നല്ലല്ലോ. ഏതോ ഒന്നേ ശരിയുള്ളൂ. ആ സുഖിപ്പിക്കൽ അത് പേടിച്ചിട്ടാണ്. വർഗീയവാദി എന്ന് വിളിക്കും, ഇല്ലെങ്കിൽ തീവ്രവാദി എന്ന് വിളിക്കും. അതൊക്കെ പേടിച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ആക്കുക, അതല്ലെങ്കിൽ നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുക. അതല്ല, സത്യത്തെ സത്യമായിട്ട് മനസ്സിലായിക്കോളി. 5, 3, 8 എന്നത് സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മുഴുവനും 5, 3, 8. അതിപ്പോൾ വേറൊരാളെ സുഖിപ്പിക്കാൻ വേണ്ടി 5, 3, 9 എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കണക്ക് തീരെ അറിയാതെ തെറ്റിയിട്ട് 9 എന്ന് ഉത്തരം എഴുതിയിരിക്കണ ഒരു കുട്ടീൻ്റെ അടുത്ത് ചെന്നിട്ട് അവനെ സുഖിപ്പിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ 5, 3, 9 ആവും എന്ന് പറയേണ്ട കാര്യമില്ല. ആ ജാതി സുഖിപ്പിക്കൽ പരിപാടി അതിൻ്റെ ആവശ്യമില്ല. സത്യം സത്യമായിട്ട് തന്നെ നമുക്ക് പറയാം. സത്യമല്ലാത്തത് അങ്ങനെയും പറയാം. അതുകൊണ്ട് മതസഹിഷ്ണുതയ്ക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഈ രാഷ്ട്രീയ രംഗത്താണ്, രാഷ്ട്രീയ നേതാക്കൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ചില കളികൾ കൂടുതലായി നടക്കണമെന്ന് തോന്നാറുണ്ട്. മത നേതാക്കന്മാരും ഈ കൂട്ടത്തിലുണ്ട്.
രാഷ്ട്രീയ നേതാക്കന്മാരും ഈ കൂട്ടത്തിലുണ്ട്. അവർക്ക് എല്ലാ വേദികളും പങ്കെടുക്കേണ്ടി വരും. മുസ്ലിം വേദികളിൽ പങ്കെടുക്കണം, ഹിന്ദു ക്രൈസ്തവ വേദികൾ പങ്കെടുക്കണം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അതാത് സാധനത്തെ അങ്ങ് പൊക്കി പറയാം. അതാണ് അവരുടെ ഒരു രീതി. അതല്ലല്ലോ നമുക്ക് ഒരു വിശ്വാസത്തിലായിരുന്നാലും നമ്മുടെ ചിന്താഗതികളായിരുന്നാലും ഒരു സ്ഥിരത വേണം, ഒരു യുക്തിബോധം വേണം. സത്യത്തെ സത്യമെന്ന് വിളിക്കാൻ പറ്റണം. അതിനർത്ഥം ഞാനിപ്പോൾ ഇസ്ലാമാണ് ശരി എന്ന് വിശ്വസിക്കുന്നു എന്നതുകൊണ്ട് ഹിന്ദു ക്രൈസ്തവ മതങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറയും. എവിടെയാ ശരിയല്ലാത്തത്? 3-4 കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും 100 കണക്കിന് കാര്യങ്ങൾ ഞാൻ പറയും. അതിവിടെ പറയുന്നില്ല, നമുക്ക് സമയമില്ല. പറയാൻ പറ്റും. തമ്മിൽ വളരെ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ആ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് സഹോദരന്മാരെ പോലെ ജീവിക്കാനുള്ള കഴിവിനാണ് മതസഹിഷ്ണുത എന്ന് പറയാം. അതാണ് വേണ്ടത്. എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഹിന്ദു ഉണ്ട്, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഉണ്ട്, അവൻ്റെ വിശ്വാസം ഇങ്ങനെയാണ് എന്നൊക്കെ എനിക്കറിയാം. എന്നിട്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കണമൊന്നുമില്ല. ഞങ്ങൾ വളരെ മാനുഷികമായി സാഹോദര്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അതിന് സഹിഷ്ണുത എന്ന് പറയും. കേരളത്തിൽ എത്രയോ കാലമായിട്ട് അങ്ങനെ തന്നെയാണ്. നോർത്ത് ഇന്ത്യ പോയാൽ ഇത് കാണൂല കേട്ടോ. അത് ഹിന്ദുവിന് വേറെ ഗല്ലിയും മുസ്ലിമിന് വേറെ ഗല്ലിയുമാണ്. മുസ്ലിം വെള്ളം എടുക്കണത് ഒരു കിണറ്റിൽ നിന്നാണെങ്കിൽ ഒരു ഹിന്ദു അതിൽ നിന്ന് എടുക്കൂല, അവന് വേറെ കണ്ടെത്തണം. അത് വേറെ സ്ഥലത്ത് വേറെയുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒരുപോലെ. നമ്മുടെ കൂടെ മറ്റ് പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും പഠിക്കുന്നുണ്ട്. നമ്മുടെ അയൽവാസികളുണ്ട്. നമ്മുടെ ഫംഗ്ഷൻ അവർ വരുന്നുണ്ട്, അവരുടെ ഫംഗ്ഷന് നമ്മൾ പോകുന്നുണ്ട്. നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. അത് അവരുടെ വിശ്വാസം, ഇതെൻ്റെ വിശ്വാസം, അത്രയേ ഉള്ളൂ. അവരുടെ വിശ്വാസവും എല്ലാവരുടെ വിശ്വാസവും ശരിയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കേണ്ട കാര്യമില്ല. ശരിയാകണമെന്നില്ല. അതിലധികം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, വേറെ കുറേ പാർട്ടികളില്ലേ. അതത് പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവർ തൻ്റെ എതിർ പാർട്ടി സത്യമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. മൈക്ക് കിട്ടിയാൽ പറയണത് കേൾക്കണം, ചെവി പൊത്തിപ്പോവും നമ്മൾ. ഒരു പാർട്ടിക്കാരൻ മറ്റേ പാർട്ടിക്കാരനെ പറഞ്ഞിട്ടാ. അവിടെ ഒന്നും സഹിഷ്ണുത പ്രശ്നമല്ല. മുസ്ലിമും ഹിന്ദുവും തമ്മിൽ അതൊന്നും പറയാൻ പാടില്ല. CPM ആണ് സത്യം എന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഒരാൾ CPM ആയിട്ട് അതിലിരിക്കുന്നത്. അത് സത്യമല്ല എന്ന് മനസ്സിലാക്കിയ ആൾ പാർട്ടി വിട്ടിട്ട് വേറെ സ്ഥലത്ത് സത്യമായ പാർട്ടി പോകില്ലേ? ആണല്ലോ. അങ്ങനെയല്ലേ വാദകോലാഹലങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പാർട്ടി മാത്രമൊന്നുമല്ല, മനുഷ്യൻ സംഘടിതമായി നിലകൊള്ളുന്ന എല്ലാ സംഘടിത രൂപങ്ങളിലും ഇങ്ങനെ തന്നെയാ. ഞാനൊരു സംഘടിത രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ അത് സത്യമാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞാൻ അതിൽ പ്രവർത്തിക്കണം. ഇല്ല പിന്നെ അതിൽ പ്രവർത്തിക്കണം എന്തിനാ? സത്യമല്ലെങ്കിൽ അത് സത്യമല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പോകണോ? പോകേണ്ട കാര്യമില്ലല്ലോ. അത്രയൊക്കെ തന്നെ ഇവിടെയുള്ളൂ. ഞാൻ മുസ്ലിം ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇസ്ലാം സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെവിടെയും ഞാൻ പറയും. ഇസ്ലാം സത്യമാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ബാക്കി എല്ലാവരെയും ഞാൻ അടിച്ച് ഉടച്ച് ഇല്ലാതാക്കും, അതില്ല. അതിൻ്റെ ആവശ്യമില്ല. പരസ്പര സംഘർഷമോ സംഘട്ടനമോ ഒന്നും ആവശ്യമില്ല. അതിൻ്റെ ആവശ്യം എന്താ? അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു, നമ്മൾ നമ്മളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നു. ഇതിനർത്ഥം അത് മതസഹിഷ്ണുത എന്നോ മതസ്വാതന്ത്ര്യം എന്നൊക്കെ പറയാം. ആ സ്വാതന്ത്ര്യം അനുസരിച്ച് അവർ പോവാ. പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മുസ്ലിമായ എനിക്ക് ഹിന്ദുവായ മറ്റൊരാളോട് എൻ്റെ മതം എന്താണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർട്ടിക്കിൾ 25 ഭരണഘടനയുടെ 25ാമത്തെ വകുപ്പനുസരിച്ച് എനിക്ക് എൻ്റെ മതം ആരോടും പറയാം, എവിടെ നിന്നും പറയാം. അതിന് സ്വാതന്ത്ര്യമുണ്ട്. അതെടുത്ത് കളയാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. പെട്ടെന്ന് നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിലാണ് ആൾക്കാർ. അത് പറയാം. അതുകൊണ്ട് ഞാൻ അയാളെ വെറുക്കണമെന്നില്ല, ഞാൻ അയാളുമായി സംഘർഷത്തിൽ ഏർപ്പെടണം എന്നില്ല. അയാളുടെ വിശ്വാസം വെച്ച് പുലർത്തുന്നതോടൊപ്പം ഞാൻ അയാളോട് വളരെ സഹിഷ്ണുതാപരമായി മനുഷ്യത്വപരമായി ഇടപെടുന്നു, പരസ്പരം സഹായിക്കുന്നു, അങ്ങോട്ട് വീട്ടിൽ പോകുന്നു, ഇങ്ങോട്ട് വീട്ടിൽ വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല അപ്പോൾ അതിന്. അതാണ് മതസഹിഷ്ണുത. അതല്ലാതെ നീയും ശരി ഞാനും ശരി എന്ന ആണത്തമില്ലാത്ത വർത്താനം പറയലല്ല. അതിൻ്റെ പേരാണ് സർവമതം ഒരിക്കലും സത്യമാവില്ല. അത്രയും വലിയ വ്യത്യാസങ്ങൾ മതങ്ങൾക്കിടയിലും സംഘടനകൾക്കിടയിലും ഉള്ളതുകൊണ്ട് ഇത് ഒരിക്കലും ആകില്ല. ഇതാണ് ദൈവവിശ്വാസം. ഇസ്ലാമിൽ ദൈവവിശ്വാസം കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രവാചകത്വ വിശ്വാസം എന്ന് പറയുന്നത്. റിസാലത്ത്, പ്രവാചകന്മാരിൽ വിശ്വസിക്കണമല്ലോ. നമുക്ക് പേരറിയുന്ന 25 നബിമാർ, പേരറിയാത്ത ഒരുപാട് നബിമാർ. അള്ളാഹുവിന് അങ്ങനെ ഒരു സുന്നത്തുണ്ടെന്നും മനുഷ്യർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ പ്രവാചകൻ എന്ന പേരിൽ ചിലരെ തിരഞ്ഞെടുക്കുകയും
അവർക്ക് വഹി നൽകുകയും ചിലർക്കൊക്കെ ഗ്രന്ഥങ്ങൾ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്നും അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, പ്രവാചകത്വ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഹിന്ദു മതത്തിൽ ഈ വിശ്വാസം ഉണ്ടോ? അവിടെ നബി ഉണ്ടോ ഹിന്ദു മതത്തിൽ? ഇല്ല, അവിടെ നബി ഇല്ല. അങ്ങനെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി പടച്ചവൻ ഒരാളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ അയക്കുക, അയാൾ നാട്ടിൽ മുഴുവൻ നടന്നിട്ട് പ്രബോധനം ചെയ്യുക, ആ ഒരു സംഗതിയോ വിശ്വാസമോ ഹിന്ദു മതത്തിലില്ല. ഹിന്ദു മതത്തിൽ ആകെയുള്ളത് അവതാര വിശ്വാസമാണ്. ഭഗവാൻ വിഷ്ണു, അങ്ങനെ ഒരു ദൈവമുണ്ട്, ത്രിമൂർത്തികളിലൊന്ന് വിഷ്ണു. വിഷ്ണുവിന് 10 അവതാരമുണ്ട്. മത്സ്യം, കൂർമ്മം, വരാഹം, വാമനൻ, പരശുരാമൻ, രാമൻ, കൃഷ്ണൻ, ബുദ്ധൻ, കൽക്കി, ഇങ്ങനെ 10 അവതാരം എടുത്തിട്ടാണ് വിഷ്ണു ലോകത്ത് വരിക. അതിൽ 9 അവതാരം കഴിഞ്ഞു പോയി. ലോകാവസാനത്തോടനുബന്ധിച്ച് കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം ഇനി വരാനുണ്ട്. അത് അവർ കാത്തിരിക്കുന്നു, കൽക്കി അവതാരത്തെ. ഇങ്ങനെയുള്ള ഒരു 10 അവതാരത്തെക്കുറിച്ച് പറയുന്നു എന്നല്ലാതെ ഒരു പ്രവാചകനോ പ്രവാചകത്വോ ഒന്നും ആയിട്ട് അതിന് ഒരു ബന്ധവുമില്ല. മത്സ്യം, വിഷ്ണു ആദ്യമായിട്ട് അവതരിക്കുന്നത് മത്സ്യത്തിൻ്റെ രൂപത്തിലാണ്. നബിമാര് മീനായിട്ട് വരുമോ? മീൻ നബി അങ്ങനെ ഉണ്ടാ? അത് കടലിൽ ഇങ്ങനെ അവിടെ വേറെ പല പണിക്കും വന്നതാണ്. അത് അവരോട് ചോദിച്ചാൽ അറിയാം. വിഷ്ണു എന്തിനാണ് മത്സ്യരൂപത്തിൽ വന്നതെന്ന് ചോദിച്ചാൽ പാലാഴി കടയണ കഥയൊക്കെ പറഞ്ഞു തരും. അത് പറഞ്ഞ് ഞാൻ സമയം നീട്ടണില്ല. മത്സ്യമായിട്ട് വന്നു. അങ്ങനെ അത് പോയതിനു ശേഷം കുറേ കാലം കഴിഞ്ഞ് ദൈവം വീണ്ടും അവതരിച്ചു. അത് കൂർമ്മം എന്ന് പറയും. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ. അങ്ങനെ ഒരു നബി ഉണ്ടാവുമോ? നബി ആമയായിട്ട് ഇങ്ങനെ നടക്കുക? ഇല്ല, നമുക്കങ്ങനെ വിശ്വാസം ഇല്ല. വരാഹം എന്ന് പറഞ്ഞാൽ പന്നി. ദൈവം പിന്നീട് പന്നിയുടെ രൂപത്തിൽ അവതരിച്ചിട്ടുണ്ട് ഭൂമിയിൽ എന്നാണ് അവർ പറയണത്. ഇങ്ങനെ 10 അവതാരങ്ങൾ പലരുമായിട്ട്. അതിൽ പരശുരാമനുണ്ട്. അത് പിന്നെ കുറെ കഥ നമുക്കറിയാം. ഈ കേരളമൊക്കെ ഉണ്ടാക്കി അങ്ങേരാണല്ലോ. അങ്ങേര് ഒരു ബഹു എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞപ്പോൾ കടലിന് പൊന്തി വന്നതാണ് കേരളം എന്നാണ് വിശ്വാസം. ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു പ്രബോധന പ്രവർത്തനമോ എന്തെങ്കിലും നടത്തിയതായിട്ട് നമുക്ക് ചരിത്രം അറിഞ്ഞൂടാ. ആകെ അറിയണം എന്താണെന്ന് ചോദിച്ചാൽ പരശുരാമൻ എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കേരളം ഉണ്ടാക്കി എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പിന്നെ രാമനും കൃഷ്ണനും ഉണ്ട്. നമ്മൾ രാമായണം വായിക്കുമ്പോൾ അതിലൊരു സീതയും രാമനും കാട്ടിപ്പോകലും അവിടുന്ന് വരലും ലങ്കയിലേക്ക് മറ്റേ രാവണം വന്ന് കട്ടുകൊണ്ടുപോകലും അങ്ങനെയൊക്കെ ഒരു കഥയില്ലേ? ആ കഥയെപ്പെട്ട ഒരു രാമൻ, അയാളെ സഹോദരൻ കൃഷ്ണൻ. ഇതൊക്കെ ദൈവത്തിൻ്റെ അവതാരങ്ങളാണ്. ഇതല്ലാതെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അള്ളാഹു ഒരു ജനവിഭാഗത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് അയാൾക്ക് വഹി കൊടുക്കുക, ഗ്രന്ഥം കൊടുക്കുക, എന്നിട്ട് അദ്ദേഹം ജീവിതകാലം മുഴുവനും സത്യം പ്രചരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുക, അങ്ങനത്തെ ഒരു വിശ്വാസം ഹിന്ദു മതത്തിലില്ല. അതിന് മീനും ആമയും പന്നിയൊന്നും അതിന് പറ്റൂല. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രവാചകത്വ വിശ്വാസം ഇല്ല. പിന്നെ ആകെയുള്ള വിശ്വാസം വലിയ വലിയ സന്യാസിമാർ, ഋഷിമാർ, മുനിമാർ എന്നൊക്കെ പറയണ വലിയ വലിയ വിവരമുള്ള ആൾക്കാർ, അങ്ങനത്തെ ആളുകൾ ഉണ്ടാവുമെന്നും എന്നൊരു വിശ്വാസം എന്നതിൽ കവിഞ്ഞ് ഒരു പ്രവാചകത്വ വിശ്വാസത്തിൻ്റെ സാക്ഷാൽ രൂപങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് പ്രയാസം. ഇസ്ലാമിൽ പ്രവാചകന്മാരുണ്ട്, ഹിന്ദു മതത്തിൽ പ്രവാചകൻ ഇല്ല. പ്രവാചകൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ സത്യം, ഇല്ല എന്ന് പറഞ്ഞാലും സത്യം. അങ്ങനെ സത്യമാവില്ല, ഒന്നേ സത്യമാവുള്ളൂ. യാഥാർത്ഥ്യം ഒന്നേ ഉണ്ടാവുള്ളൂ. അതേതാ? അതുകൊണ്ട് സർവമതം സത്യമല്ല. സർവമതം സത്യമാണ് എന്നത് അത് വെറുതെ ആൾക്കാരെ ഒന്ന് സൂഹിപ്പിക്കാൻ വേണ്ടി, പൊലിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാദഗതി മാത്രമാണ്. അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യമില്ല. ക്രിസ്തു മതത്തിൽ പ്രവാചകന്മാരുണ്ടോ? ആദാം മുതൽ അബ്രഹാം, മോശെ മുതൽ യേശു വരെയുള്ള എല്ലാ പ്രവാചകന്മാരെ കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കണമായിട്ടുള്ള പ്രവാചകന്മാരല്ല ഒരു ക്രിസ്ത്യാനിയുടെ പ്രവാചകൻ. നമ്മളെ പ്രവാചകന്മാരാരാ? അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടി ജനത്തിൽ പ്രബോധനം നടത്തുന്ന, തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യാത്ത മഅ്സൂമീങ്ങളായ വളരെ പ്രധാനപ്പെട്ട ആളുകൾ എന്ന രൂപത്തിലൊക്കെയാണ് പ്രവാചകന്മാരെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രവാചകനില്ല. അവർ ആ സമൂഹത്തിലെ മാതൃകാ വ്യക്തിത്വങ്ങളായിരുന്നു. എന്നാലും അവർ വലിയ വലിയ തെറ്റുകളൊക്കെ ചെയ്യും. ഒരുപാട് കഥകൾ പറയാനുണ്ട്, സമയം കളയണില്ല. നോഹ എന്ന് പറഞ്ഞൊരു പ്രവാചകൻ അതിനകത്തുണ്ട് ബൈബിളിനകത്ത്. നോഹ, നമ്മൾ നൂഹ് എന്ന് പറയും. പെരും കുടിയനാണ് ബൈബിളിലെ നോഹ. ഭയങ്കരമായിട്ട് കള്ളു കുടിക്കും. കള്ള് കുടിച്ചിട്ട് ഇങ്ങനെ
അമ്മാതിരി തണ്ണി അടിക്കുന്ന ഒരാളാണ് ബൈബിളിലെ നോഹ എന്ന് പറയുന്നത്. എന്നിട്ട് സ്വന്തം പെമ്മക്കളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തിയിട്ട് മക്കളെ ജനിപ്പിക്കുക, അതപ്പോൾ അയാളെ പണി. ഇത് ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു നബി ചെയ്യുമോ? അങ്ങനെ ഒരു നബിയിൽ നമുക്ക് വിശ്വാസമുണ്ടോ? അതൊക്കെയാണ് ഇവരുടെ, അത് ഒരു അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു മനുഷ്യൻ എന്നതിൽ കവിഞ്ഞ് ഒരു പ്രവാചകൻ എന്ന രൂപത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവാചകത്വ വിശ്വാസമൊന്നും ക്രിസ്തുമതത്തിലില്ല. നമുക്ക് കൃത്യമായ വിശ്വാസമുണ്ട്, ബാക്കി രണ്ട് മതക്കാർക്ക് വിശ്വാസം ഇല്ല. ഇല്ല എന്നുള്ളതും ഉണ്ട് എന്നുള്ളതും ഒരേ സമയത്ത് എങ്ങനെ ശരിയാവുക? അതിന് ഈ തലച്ചോറ് മതിയാവില്ല ചിന്തിക്കാൻ. ഉണ്ട് എന്ന് പറഞ്ഞതും ശരി, ഇല്ല എന്ന് പറഞ്ഞതും ശരി, അങ്ങനെ ഉണ്ടാവില്ല. ഏതോ ഒന്നേ ശരിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ സർവമതവും സത്യമല്ല, സത്യമായ മതം സത്യമാണ്. ഈ പറഞ്ഞതിനർത്ഥേ ഒരു മതത്തിലും സത്യമില്ല എന്നല്ല. മതത്തിൽ സത്യമുണ്ട് എന്ന് പറയുന്നതും മതം സത്യമാണ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹിന്ദു മതത്തിൽ ഒരുപാട് നന്മകളുണ്ട്, ഇല്ലാതെ നമ്മൾ പറയണില്ല. ഹിന്ദു മതത്തിൽ നന്മകളില്ലേ? ഉണ്ടല്ലോ. അവരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാമല്ലോ, ഒരുപാട് നന്മകൾ ആ മതത്തിലുണ്ട്. ക്രിസ്തു മതത്തിൽ തീരെ നന്മയില്ലേ? ഉണ്ട്, ഒരുപാട് നന്മകളുണ്ട്. അതിനർത്ഥം അത് മുച്ചൂട് നന്മയാണ് എന്നാണോ? അല്ല. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഹിന്ദുമതമുണ്ട്, ഒരുപാട് നന്മകൾ അതിലുണ്ട്. ക്രിസ്തുമതമുണ്ട്, അതിലുമുണ്ട് കുറേ നന്മകൾ. ഇസ്ലാം മതമുണ്ട്, ഞാൻ നോക്കിയപ്പം സമ്പൂർണ്ണ നന്മ അതിലാണ്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകുന്നു. അത്രേ വ്യത്യാസമുള്ളൂ. എല്ലാം ഒരുപോലെ സത്യമല്ല. സമ്പൂർണ്ണ സത്യം അതൊന്നാണ്. മറ്റതിൽ അല്പസ്വല്പമൊക്കെ സത്യങ്ങളുണ്ട്. അതില്ല നമ്മൾ നിഷേധിക്കണ്ട. അവരുടെ പ്രവർത്തനങ്ങളിൽ നന്മയുണ്ട്, വാക്കുകളിൽ നന്മയുണ്ട്, വിശ്വാസങ്ങളിൽ ചിലതിലും നന്മകളുണ്ട്, എല്ലാം ഉണ്ട്. ഉള്ളത് നന്മകൾ അംഗീകരിച്ചു കൊടുക്കുക. അതിനർത്ഥം എല്ലാം സത്യമാണെന്നല്ല, അങ്ങനെയില്ല. എല്ലാം സത്യമല്ല. സത്യമായ കുറേ മതവിഭാഗങ്ങളിൽ നിന്ന് സമ്പൂർണ്ണ സത്യമായ ഒരു മതത്തെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അതല്ലാതെ എല്ലാ മതവും സത്യം തന്നെ എന്ന് പറയണതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല. അപ്പം നമ്മൾ ദൈവവിശ്വാസം പറഞ്ഞു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തൗഹീദ്, രണ്ടാമത്തത് റിസാലത്ത്, പ്രവാചകത്വം. വളരെ വ്യത്യാസമുണ്ട് നമ്മൾ തമ്മിൽ. ഇനിയുള്ളത് മൂന്നാമത്തെ ആഖിറത്ത് എന്ന് പറയും. വിശ്വാസത്തിൻ്റെ മൂന്നാമത്തെ സ്തംഭം ഇസ്ലാമിനെ സംബന്ധിച്ച് പരലോക വിശ്വാസമാണ്. നമുക്കെല്ലാവർക്കും അതറിയാം. നമ്മൾ ഓരോരുത്തരും മരിക്കുന്നു, പിന്നീട് ഈ ലോകം മൊത്തം തകരുന്നു, പിന്നീട് പുതിയ ഒരു ലോകമുണ്ടാകുന്നു. ആ ലോകത്തിൽ നന്മ തിന്മകൾ കണക്കാക്കപ്പെടുന്നു. നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും കൊടുക്കുന്നു. അങ്ങനെ ആ കാലം അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇതാണല്ലോ ഏകദേശം അതിൻ്റെ ഒരു ഷോട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ. ഇതേ ഒരു വിശ്വാസം ഹിന്ദു മതത്തിലുണ്ടോ? ഹിന്ദു മതത്തിൽ പരലോകം ഇല്ല. ഹിന്ദു മതത്തിലുള്ളത് പുനർജന്മം എന്ന് പറഞ്ഞൊരു സാധനം. ഒരാൾ മരിച്ചാൽ അയാൾ ആ ലോകത്ത്, ചിലപ്പോൾ ആ നാട്ടിലായിരിക്കും, ഇല്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരിക്കും, വേറെ ഒരു ആളിൽ അയാളുടെ ആത്മാവ് വന്നിട്ട് വേറെ രൂപത്തിൽ വരാം. അതിന് പരകായ പ്രവേശം എന്ന് പറയും. പരകായ പ്രവേശം, അങ്ങനെ വിശ്വാസമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് നശിക്കുകയില്ല, അതാണ് അവരുടെ വിശ്വാസം. ഈ നശിക്കാത്ത ആത്മാവ് വേറൊരു ബോഡിയിലേക്ക് കയറും, പരകായത്തിലേക്ക്, മറ്റൊരു ശരീരത്തിലേക്ക് അത് കയറിയിട്ട് അയാൾ വീണ്ടും ജീവിച്ചുകൊണ്ടിരിക്കും. മരിച്ചുപോയ ചില ആളുകൾ, ഗരുഡ പുരാണം പറയുന്നത് തിര്യക്കുകളായി ജനിക്കുന്നതാണ്. തിര്യക്ക് എന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികൾ, അതിന് തിര്യക്ക് എന്നുള്ള വാക്കാണ് സംസ്കൃതത്തിൽ ഉപയോഗിക്കുക. ചില പക്ഷികളായും ചില മൃഗങ്ങളായിട്ടും രണ്ടാമത് ജനിക്കും ഈ ആത്മാവ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ജീവികളാണ് ഒന്ന് പട്ടി, മറ്റൊന്ന് കാക്ക. കാക്കക്ക് ചോറൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ചോദിച്ചു നോക്കി, അയൽവാസിയായ ഹിന്ദുക്കളാരെങ്കിലും ഉണ്ടെങ്കിൽ. എന്താണ് ഈ കാക്കക്കും പട്ടിക്കുമുള്ളൊരു പ്രത്യേകത? ഇത് മുമ്പ് മരിച്ചുപോയ നമ്മുടെ ആരുടെയോ ആത്മാവാണ്. അത് പട്ടിയായിട്ട് ഇന്ന് നടക്കുകയാണ്. അതിനാ പട്ടിയായത്? ഇയാൾ ആദ്യം ജീവിച്ച മുജ്ജന്മം കേട്ടിട്ടില്ലേ? മുജ്ജന്മത്തിൽ ഇയാൾ ഒരുപാട് പാപങ്ങളും കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശിക്ഷയായിട്ട് രണ്ടാമത് പട്ടിയായിട്ട് ജനിച്ചതാണെന്നാണ് പറയാം. ഭഗവത്ഗീതയിൽ ഒരു വസ്ത്രം കീറിപ്പറിഞ്ഞ് നുരുമ്പിച്ച് കഴിഞ്ഞാൽ നമ്മളത് മാറ്റിയിട്ട് പുതിയൊരു വസ്ത്രം ധരിക്കൂലേ?
ഇതുപോലെ ആത്മാവ് ആദ്യത്തെ ശരീരത്തെ എടുത്തൊഴിവാക്കിയിട്ട് പുതിയ ഒരു ശരീരത്തിൽ കയറി വരുമെന്ന് ഭഗവത്ഗീത പറയണം. അപ്പം ഇതാണ് അവരുടെ പരലോക വിശ്വാസം. രണ്ടാം ജന്മം, അത് കാക്കയാകാം, പട്ടിയാകാം, പൂച്ചയാകാം, വേറെ ഏത് ജീവിയും ആകാം. എന്നിട്ട് ആ പട്ടി അങ്ങോട്ട് ചത്താലോ, ആ പട്ടി ജീവിക്കണ കാര്യത്ത് ശരിയായ രൂപത്തിലല്ല ജീവിച്ചതെങ്കിലോ അത് അതിനേക്കാൾ നീചമായ വേറൊരു ജന്തുവായിട്ട് വീണ്ടും ജനിക്കും. ഇങ്ങനെ ഒരുപാട് തവണ, ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ തവണ ഗതി കിട്ടാത്ത ആത്മാവ് ഇവിടെ പട്ടിയായും പൂച്ചയായും കാക്കയായും ജനിച്ചുകൊണ്ടിരിക്കും. എന്നാണോ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആത്മാവ് നന്നാകുന്നത്, അന്ന് അത് ഉയരങ്ങളിലേക്ക് പോയി ദൈവത്തിൽ വിലയം പ്രാപിക്കും. പരലോകത്തിലട്ടാ ദൈവത്തിൽ ലയിച്ചു പോവുക, പിന്നെ കാണാണ്ടാവില്ല. പഞ്ചസാര ചായയിൽ ലയിക്കുന്നത് പോലെ ദൈവത്തിൽ ആത്മാവ് പോയിട്ട് അങ്ങോട്ട് ലയിക്കും. അതോടുകൂടി മോക്ഷം കിട്ടി. അതാണ് സ്വർഗം. ഇതാണോ ഇസ്ലാമിലെ സ്വർഗം? ഇസ്ലാമിൽ പട്ടിയും പൂച്ചയൊക്കെ ആയിട്ട് ആൾ ജനിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. പല സ്ഥലത്തും കൂടി വരുന്നതാണ്. ചില ആൾക്കാർക്കൊരു സംശയം ഉണ്ടാവുമോ, ഒരു കാക്കെങ്ങാനും മുറ്റത്ത് വന്നിട്ട് കുറേ നേരം ഇങ്ങനെ നോക്കിയാൽ ഇടയ്ക്കൊരു സംശയ ഏതോ ആത്മാവ് വന്നതാണോ സംശയം. കാരണം അപ്പുറത്തും ഇപ്പുറത്തും പറയണ കേട്ടിട്ടുണ്ട്. ഇതാണ് പരലോക വിശ്വാസം. അതല്ലാതെ നമ്മൾ പറയുന്നത് പോലെ ഈ ലോകം അവസാനിച്ച് മനുഷ്യരെല്ലാവരെയും പുനർജീവിപ്പിച്ച് നന്മതിന്മകൾക്ക് രക്ഷയും ശിക്ഷയും കൊടുക്കുക, അങ്ങനത്തെ ഒരു ലോകത്തിലൊന്നും അവർക്ക് വിശ്വാസമില്ല. അതല്ല, അതൊക്കെ ഈ ലോകത്ത് തന്നെയാണ്. ഇവിടെ ഓരോരുത്തർ ഇങ്ങനെ മരിക്കുക, പുതുതായിട്ട് ജനിക്കുക, വീണ്ടും മരിക്കുക, പുതുതായിട്ട് ജനിക്കുക. അങ്ങനെ ഇവിടെ മരിച്ച് പുണ്യം ചെയ്ത് കാര്യമായ ഒരു പദവിയിൽ എത്തുന്നത് വരെ ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാക്കയായോ പട്ടിയായോ ഒക്കെ ജനിച്ച് ഇങ്ങനെ ഇതിൽ കഴിഞ്ഞു പോകാം. പുണ്യം ചെയ്ത് നല്ല ആളായാൽ ദൈവത്തിൽ വിലയം പ്രാപിക്കാം. നമ്മുടെ സൂഫിയാക്കൾ അതിന് അൽ ഫനാ ഉഫില്ല എന്ന് പറയും. ഓല് ഇതൊക്കെ പഠിച്ചിട്ടാണ് സൂഫിസ് ഉണ്ടാക്കിയത്. അൽ ഫനാ ഉഫില്ല, അവസാനം ദൈവത്തിൽ ലയിക്കുക, വിലയം പ്രാപിക്കുക. അത് സൂഫിസാണ്. നമ്മളെ കൂട്ടത്തിലുണ്ട് അതിൻ്റെ ആൾക്കാർ. അതൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ പറയണത് ഇസ്ലാമിൽ കൃത്യമായ ഒരു പരലോക വിശ്വാസമുണ്ട്. ഹിന്ദു മതത്തിൽ പരലോക വിശ്വാസം ഇല്ല. ഇല്ല എന്നതും ഉണ്ട് എന്നുള്ളതും ഒരേ സമയത്ത് ശരിയാവുമോ? അതാവില്ല. അതെങ്ങനെയാവുക? പരലോകം ഇല്ല എന്ന് പറഞ്ഞാലും പരലോകം ഉണ്ട് എന്ന് പറഞ്ഞാലും രണ്ടും എങ്ങനെ സത്യമാവുക? ഒന്നല്ലേ സത്യമാവുള്ളൂ. അപ്പം എങ്ങനെയാണ് സർവ്വമത സത്യവാദം എന്ന് പറയാ? ഒന്നുമില്ല. ഇത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര മതസഹിഷ്ണുതയുള്ള ആളാണ്, ഞാൻ അങ്ങനെയുള്ള ആളാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ഒന്നും ഇതിനകത്ത് മനസ്സിലാക്കിയെടുക്കാനില്ല. ക്രിസ്ത്യാനിക്ക് പരലോകമുണ്ടോ? ക്രിസ്ത്യാനിക്ക് പരലോകം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ചില ബൈബിളിൻ്റെ വാക്യങ്ങളിൽ നരകം സ്വർഗം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ട്. എന്നാൽ പോലും അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു എൻ്റെ പാപങ്ങൾക്ക് ബലിയായി കാൽവരിക്കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ പരലോകത്ത് രക്ഷപ്പെടൂ, നിനക്ക് മോക്ഷം കിട്ടുകയുള്ളൂ. അതാണ് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം. നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിയിട്ട് ഏത് ക്രിസ്ത്യാനിയോടും ചോദിക്കാം കേട്ടോ. മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾക്കും വേണ്ടി ബലിയായി കർത്താവായ ക്രിസ്തു കാൽവരിയിലെ കുരിശിൽ കിടന്ന് മരിച്ചു എന്ന് വിശ്വസിക്കണം. അതാണ് കലിമ. ആ കലിമയിൽ വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. ഏതോ മതിൽമോൾ എഴുതിയിട്ടുണ്ടാവും, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. അതാണ് പരലോകത്ത് രക്ഷ പ്രാപിക്കാനുള്ള ഏക സാധനം. ഒരു മുസ്ലിമിനോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കുക, ഈസാ നബി അലൈഹി സ്വലാം എനിക്കും മനുഷ്യ സമൂഹത്തിനുമുള്ള പാപങ്ങൾക്ക് മൊത്തം ബലിയായി കാൽവരി എന്ന് പറയുന്ന സ്ഥലത്തെ കുരിശിൽ കിടന്ന് മരിച്ച ആളാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമോ? വിശ്വസിച്ച ഇസ്ലാം എന്ന് പുറത്തു പോകും. അതാണ് അതിൻ്റെ പ്രശ്നം. ഖുർആന്റെ കൃത്യമായ പ്രഖ്യാപനമാണ് വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹി വമാ സ്വലബൂഹു വമാ ഖതലൂഹു. യഹൂദ വിശ്വാസികൾ ശപിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിനാ ശപിച്ചത്? അവരെ ഒരു വിശ്വാസമാണ്. അവർ പറയണത് മറിയമിൻ്റെ മകനായ ഈസ ക്രൂശിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ മുഴുവൻ ശപിക്കപ്പെട്ടു. മറിയമിൻ്റെ മകൻ ഈസ കുരിശിൽ കിടന്ന് മരിച്ചുപോയി. ബൈബിൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ 4 സുവിശേഷത്തിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പൗലോസിൻ്റെ കത്തുകളിലും
യേശു അങ്ങനെ കുരിശിൽ കിടന്ന് മരിച്ച ആളാണെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ വിശ്വസിക്കണം. അപ്പോൾ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ പരലോകത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ യേശു ക്രിസ്തു കുരിശിൽ കിടന്ന് മരിച്ചു എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താവും. അത് പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വമാ സ്വലബൂഹു, അവർ അവരെ ക്രൂശിച്ചിട്ട് പോലുമില്ല. വമാ ഖതലൂഹു യഖീന, ഉറപ്പാണ് അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. ഈസാ നബിയെ ആർക്കും കൊല്ലാൻ കഴിഞ്ഞില്ല. പിടിച്ചു കൊണ്ടുപോയി കുരിശിൽ ആണി അടിച്ചിങ്ങനെ നിർത്താനൊന്നും ആളെ കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് ഖുർആൻ പറയണത്. പക്ഷെ ക്രിസ്ത്യാനി പറയണത് ജൂതന്മാർ കൊണ്ടുപോയി കുരിശിലടിച്ചു, തലയിൽ മുൾക്കിരീടം വെച്ചു, ആകെ ചോരയൊലിച്ചു, കുരിശിൽ കിടന്നു കരഞ്ഞു, ഏലി ഏലി ലമ്മ ശബ്ബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പെടഞ്ഞ് 6 മണി നേരമായപ്പോൾ അവൻ ആത്മാവ് വിട്ടു, കഴിഞ്ഞ് മരിച്ചു. ശിഷ്യന്മാർ വന്ന് കുരിശിൽ ഇറക്കി കൊണ്ടുപോയിട്ട് കല്ലറയിൽ വെക്കുന്നു. 3-ാം നാൾ ഇങ്ങേറി എഴുന്നേറ്റ് പോകുന്നു. അതാണ് അവരുടെ വിശ്വാസം. ഇത് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ ഉണ്ടാവുമോ? നമ്മൾ ഉണ്ടാവില്ല. ഇസ്ലാമിൽ ക്രൂശീകരണം ഇല്ല. യേശു ക്രിസ്തുവിൻ്റെ ഈസാ നബിയുടെ മരണമൊന്നും ഖുർആൻ അംഗീകരിക്കണില്ല. അങ്ങനെ വിശ്വസിക്കാനേ പാടില്ല. അപ്പം ഇത് രണ്ടും എങ്ങനെ ശരിയാവുക? ക്രിസ്ത്യാനി പറയണു അങ്ങനെ വിശ്വസിച്ചാലേ മോക്ഷം കിട്ടുകയുള്ളൂ, പരലോകത്തിൽ രക്ഷപ്പെടുകയുള്ളൂ. നമ്മൾ പറയണു അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തായി, നിനക്ക് മോക്ഷം ഇല്ല. ഇല്ല എന്നുള്ളതും ഉണ്ട് എന്നുള്ളതും രണ്ടും ഒരേ സമയത്ത് എങ്ങനെ ശരിയാവുക? അത് ശരിയാവില്ല. ഇവിടെ ഒരു മൊബൈലുണ്ട്, അപ്പോൾ വേറൊരുത്തൻ ഇവിടെ ഇല്ല. 3-മതൊരുത്തൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടാളും പറഞ്ഞ ശരിയാ. അതെന്ത് വർത്താനാണ്? രണ്ടാളെയും ഒന്ന് സുഖിപ്പിച്ചതാ, വേറൊന്നുമില്ല. സത്യമല്ല. ഇവിടെ മൊബൈൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം, ഇല്ല എന്നുള്ളത് സത്യമല്ല. അപ്പോ ദൈവവിശ്വാസം, പ്രവാചകത്വ വിശ്വാസം, പരലോക വിശ്വാസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന മതങ്ങൾ തന്നെ, ഇതിപ്പോൾ ഏതാണ്ട് ഒരു ബുദ്ധ ജൈന മതങ്ങളും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസങ്ങളാണ്. വളരെ വലിയ അന്തരങ്ങളുണ്ട്. എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് സർവവും സത്യമാണ് എന്ന് പറയാൻ പറ്റിയ ഒരു പോയിന്റും ഈ മതങ്ങളിൽ ഇല്ല. ആരാധനാ ചടങ്ങുകളിലേക്കും മറ്റൊന്നും ഞാൻ വരുന്നില്ല. അതുപോലെ ഭക്ഷണം എന്ത് കഴിക്കണം, എന്ത് കഴിച്ചുകൂടാ, അല്ല, ഇസ്ലാം എന്ന് പറയുന്നത് ഈ 6 കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങണമെന്നില്ല. മനുഷ്യൻ്റെ ജീവിതത്തെ മുച്ചൂടും ചൂഴ്ന്നു നിൽക്കുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റേതായ നിയമങ്ങളുണ്ട്. ഞാൻ കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്ന് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് ഞാൻ കഴിച്ചുകൂടാ എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നോട് പന്നി തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മൂക്കറ്റം തിന്നുന്നവരോട് വേറെ ഉണ്ട്. ഇത് രണ്ടും എങ്ങനെ സത്യമാവണത്? അത് രണ്ടും സത്യമാകാൻ സാധ്യത കുറവാ. അതുണ്ടാവില്ല. മനുഷ്യന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ആചാരങ്ങളിൽ വിശ്വാസമുണ്ട്, വിശ്വാസങ്ങളിൽ വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം കൂടി കൂട്ടിയോജിപ്പിച്ച് സർവമതങ്ങളും സത്യമാണ് എന്ന് പറയുന്നുവെങ്കിൽ പറയുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടാ എന്നേ നമ്മൾ വെക്കേണ്ടതുള്ളൂ. അവർക്ക് മതവും അറിയില്ല, മതത്തിൻ്റെ നിയമങ്ങളും. ഇതൊക്കെ മതസേ പഠിക്കുന്ന കുട്ടിയൊക്കെ അറിയണ കാര്യമല്ലേ ഇത്? ദൈവവിശ്വാസം എങ്ങനെയാണ്, പരലോകം എങ്ങനെയാണ്, പ്രവാചക വിശ്വാസം എങ്ങനെയാണ്, ഇതൊക്കെ മദ്രസയെ പഠിക്കുമ്പോൾ തന്നെ അറിയില്ലേ നമുക്ക്? പിന്നെ ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഇതും അതും ഒക്കെ ഒന്ന് തന്നെയാണ്, എല്ലാം സത്യമാണ്, നിങ്ങൾ ഹിന്ദു ആയി ജീവിച്ചോളി ഒരു കുഴപ്പമില്ല, മുസ്ലിമായി ജീവിച്ചോളി എന്നാലും കുഴപ്പമില്ല, ക്രിസ്ത്യാനിയായി ജീവിച്ചോളി എന്നാലും കുഴപ്പമില്ല, സ്വർഗത്ത് പോകുന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ ഒരു ഇഷ്ടമാണ് കേട്ടോ. അവർക്കിങ്ങനെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിൽക്കാനുള്ള ഒരു താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ കിട്ടിയാൽ പെട്ടെന്ന് അങ്ങോട്ട് പിടിക്കുകയാണ്. എന്നിട്ട് ഒരുത്തി പോയിട്ട് ഹിന്ദുവിനെ കല്യാണം കഴിക്കുക, മറ്റോ പോയിട്ട് ക്രിസ്ത്യാനിനെ കല്യാണം കഴിക്കുക, അത് കഴിക്കുക, ഇത് കഴിക്കുക. എന്തടി ഇങ്ങനെ? അതൊക്കെ കണക്കന്നമ്മ, അതൊക്കെ കണക്കാ. എന്ത് കണക്ക്? അതാണ്, അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ തലമുറ അങ്ങനെയാണ്, താല്പര്യമാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള ചില സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ആളുകളെ ശരിയായ വഴിയിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളിലും സത്യമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. തീരെ ഒരു സത്യവും ഇല്ലാത്ത, ഒരു നന്മയും ഇല്ലാത്ത ഒരു മതം അതേതായാലും ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ നന്മ എല്ലാ മതത്തിലും ഉണ്ട്. എന്നാൽ ഏറ്റവും സൂപ്പറായിട്ടുള്ള സമ്പൂർണ്ണ നന്മയും സമ്പൂർണ്ണ സത്യവും ഉൾക്കൊള്ളുന്ന ഒരു മതം ഉണ്ടാവും. ഞാൻ അത് തിരഞ്ഞെടുക്കുന്നു.
ഇതല്ലാതെ ഇവിടെ ആരെങ്കിലും സഹിഷ്ണുത ഇല്ലാതെയാവുക, തമ്മിൽ സംഘർഷം ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, അതൊന്നും നമ്മുടെ നാട്ടിലില്ല. അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തർ അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. പക്ഷേ വിശ്വാസം തെറ്റാണെന്ന് തോന്നുമ്പോൾ അങ്ങനെയല്ല, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. അത് പറയാൻ ധൈര്യമില്ലാത്തവരാണ് ഒക്കെ സത്യം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ എന്ന് പറയാം. അവർക്ക് പറയാൻ പറ്റൂല. എന്തുകൊണ്ട് പറ്റൂല എന്നുള്ളത് 4 ദിവസം പറഞ്ഞു നോക്കിയാൽ മതി. അപ്പം അറിയും എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. അതിലെന്താ കുഴപ്പം? ഭരണഘടന നൽകിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ 25 നമുക്ക് തന്നിരിക്കുന്ന അവകാശത്തിൽപ്പെട്ട മൗലികാവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഒരു ഇന്ത്യൻ പൗരൻ്റെ, ഒരു സിറ്റിസൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ 3-ാം ഭാഗം ഭരണഘടനയുടെ, അതിൽ 25-ാം വകുപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, അത് ഇവിടെ ആചരിക്കാം, അത് മറ്റുള്ളവർക്ക് പ്രബോധനം നടത്തുകയും ചെയ്യാം എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ പേരിൽ എന്തിനാണ് മതവിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കി അസഹിഷ്ണുക്കളായി മാറി തമ്മിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയാ, സ്വീകരിക്കാൻ തോന്നിയാൽ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ സ്വീകരിക്കണ്ട. അതിൻ്റെ പേരിൽ ഒരു വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒന്നും ആവശ്യമില്ലല്ലോ. ഇത്രേ ഈ കാര്യത്തിലുള്ളൂ. പരസ്പര വിദ്വേഷവും വെറുപ്പും നമുക്ക് ആവശ്യമില്ല. അതിനർത്ഥം എല്ലാം സത്യമാണെന്ന് ഞാൻ അവിടെ വിശ്വസിക്കുന്നല്ല. അങ്ങനെയല്ല. ഏതോ ചിലത് സത്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ആ കൂട്ടത്തിൽ നിൽക്കുന്നത്. അത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, മതമായാലും ശരി, ഏതായാലും ശരി, ഉള്ളതിൽ മെച്ചതാണെന്ന് തോന്നിയിട്ടാണല്ലോ ഞാൻ അതിൽ പോയി നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ അതിൽ നിൽക്കില്ലല്ലോ. ഇത്ര വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു ഭാഗമാണ് ഈ സർവമത സത്യവാദം എന്ന് പറയുന്നത്. ഒരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം, സമയം വൈകിയെന്ന് തോന്നുന്നു. വിശുദ്ധ ഖുർആൻ സൂറ അൽ ബഖറയിൽ 62-ാമത്തെ ഒരു ആയത്തുണ്ട്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വസ്സാബിഈന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അൽ ബഖറ. ഇതാണ് സർവമത സത്യവാദത്തിൻ്റെ ആയത്ത്. ഇത് ഓതിയിട്ട് ഏതൊക്കെയോ പണ്ഡിതൻ പറയുന്ന കുറേ ആൾക്കാർ, വേറെന്തൊക്കെയോ പേര്, സ്വന്തം പേരിൻ്റെ കൂടെ എഴുതി ചേർത്ത കുറേ ആൾക്കാർ, ഭയങ്കര പ്രസംഗമല്ലേ ഇപ്പോൾ. എല്ലാ മതവും സത്യമാണെന്ന് ഖുർആനിലുണ്ട്. നിങ്ങൾ ഏത് മതം വിശ്വസിച്ചാലും നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഇതിൽ. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിയൊക്കെ വെറുതെ കഷ്ടപ്പെട്ടു, ആവശ്യമില്ലായിരുന്നു. മൂപ്പർക്ക് വന്നിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു, ഞാനൊരു സാധനം കൊണ്ട് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ എന്തായിക്കോളൂ, സ്വീകരിച്ചോളി. നീ അതല്ല, നിങ്ങൾ പഴയ ശിർക്ക് തന്നെ നിൽക്കുകയാണെങ്കിൽ അതിലും നിന്നോളി, എല്ലാം സത്യം തന്നെ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചത്. യുദ്ധങ്ങൾ വരെ നടക്കേണ്ടി വന്നു അവസാനം. സർവമത സത്യവാദം മുഹമ്മദ് നബി പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് യുദ്ധത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? എല്ലാവരെയും അവരുടെ പാട്ടിനോട് വിട്ടുകൊടുത്താൽ പോരായിരുന്നു. ഇന്നല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വല്ലദീന ഹാദു, യഹൂദികളായ ആളുകൾ, ജൂതന്മാർ, വന്നസ്വാറ, ക്രിസ്ത്യാനികൾ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന, വഅമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിശ്വാസി, ജൂതൻ, ക്രിസ്ത്യൻ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവർക്കൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനുള്ള പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. അപ്പം ഇതിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നണില്ലേ, ശരിയാണല്ലോ, യഹൂദിയും ക്രിസ്ത്യാനിയും ആരായാലും കുഴപ്പമില്ല, ഇല്ലാമൻ ആമന, വിശ്വസിക്കുക, സൽക്കർമ്മം ചെയ്യുക ഒക്കെ ചെയ്താൽ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, റബ്ബിൻ്റെ അടുത്ത് അവർക്കൊക്കെ പ്രതിഫലമുണ്ട്. അപ്പം സർവമത സത്യവാദമായില്ലേ. ഏത് മതക്കാരനായിരുന്നാലും വിശ്വാസമുണ്ടോ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ, അപ്പം എന്തായി? പടച്ചോൻ അതിന് കൂലി കൊടുക്കുന്നല്ലേ പറഞ്ഞത്. അപ്പം മഹാത്മാഗാന്ധി സ്വർഗത്ത് പോകണം എന്ന്, അയാൾ അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അതുപോലെ എത്ര ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയി. ജീവിതം തന്നെയും മനുഷ്യരാശിക്ക് വേണ്ടി ത്യജിച്ച ഒരുപാട് മനുഷ്യർ കഴിഞ്ഞു പോയില്ലേ, അവരൊക്കെ സ്വർഗത്തിലായിരിക്കും. അങ്ങനെയാണല്ലോ ഇതിൽ പറയണത് അല്ലേ. ഇതിങ്ങ് ഓതിയിട്ട് 4 വ്യാഖ്യാനം കൊണ്ട് വ്യാഖ്യാനിച്ചാൽ നിങ്ങളും ഞാനും ഒക്കെ തലചൊറിഞ്ഞിങ്ങനെ നിൽക്കും. ശരിയാണല്ലോ, ഒക്കെ സത്യമാണല്ലേ പറയണത്. അങ്ങനെ പറയാൻ സാധ്യമല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഖുർആൻ അത് പാരായണം ചെയ്യുകയും ജനങ്ങൾക്കിടയിൽ അതിന് അനുസരിച്ച വിധം ജീവിക്കുകയും
പ്രബോധന പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ആദ്യ തലമുറ, പ്രവാചകൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആദ്യ തലമുറ, അവരെന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അവർ ക്രിസ്ത്യാനികളോടും ജൂതന്മാരോടും അവർ പ്രബോധനം നടത്തി. ഖുർആൻ തന്നെയും അവരോട് പറഞ്ഞു, നിങ്ങൾ ദൈവം ത്രിയേകത്വമാണ് എന്നൊന്നും പറയരുത് കേട്ടോ, അതൊക്കെ മഹാ തെറ്റാണ്. ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, ത്രിയേകത്വം മൂന്നും കൂടിയ ഒന്നാണ് പടച്ചോൻ എന്ന് നിങ്ങൾ പറഞ്ഞവരെല്ലാം കാഫിറായിരിക്കുന്നു എന്ന് പറഞ്ഞു. സർവ്വമതവും സത്യമാണെങ്കിൽ ഖുർആൻ പറയാൻ ഒരു സാധ്യതയില്ല. അങ്ങനെ എല്ലാവരെയും തിരുത്തി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ബഹുദൈവ ആരാധകർക്കിടയിൽ പ്രബോധനം നടത്തി വിഗ്രഹങ്ങളെ ആരാധിക്കരുതെന്നും അതുപോലെയുള്ള പടച്ചവനല്ലാത്ത മറ്റൊരു ശക്തിയെയും ആരാധിക്കരുതെന്നും പ്രബോധനം നടത്തി ജീവിതം അവസാനിപ്പിച്ചവരാണ് മുഹമ്മദ് നബിയും അവിടുത്തെ സഹാബാക്കളും. നിങ്ങൾ ഈ പറയുന്ന ആയത്തിൻ്റെ അർത്ഥം ആരായാലും സ്വർഗത്ത് പോകുന്നതാണെങ്കിൽ അവരെ ചെയ്യുമല്ലോ. അപ്പോൾ അവർക്ക് ഖുർആൻ മനസ്സിലായില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. അവർക്കാണോ ഖുർആൻ മനസ്സിലാകാത്തത്, നമുക്കാണോ മനസ്സിലാകാത്തതെന്ന് ആലോചിച്ചാൽ മതി. അവരത് ചെയ്യേണ്ടതില്ലായിരുന്നു. നിങ്ങൾ മുശ്രിക്കുകളായി ജീവിച്ചോളൂ, ക്രിസ്ത്യാനികളായി ജൂതന്മാരായി ജീവിച്ചോളൂ, എന്നാലും സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിനൊരു രേഖയും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചില വാക്യങ്ങളുടെ അർത്ഥങ്ങൾ പറയുന്ന സമയത്ത് വളരെ ഉപരിപ്ലവമായി പുറത്തു കൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തി എല്ലാം സത്യമാണെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. സ്വർഗത്ത് പോണത് അത് ജൂതനായാലും വേണ്ടില്ല, ക്രിസ്ത്യാനി ആയാലും വേണ്ടില്ല, മുസ്ലിം ആയാലും വേണ്ടിയില്ല, ഇനി ഏതോ മതമുള്ളവനോ ഇല്ലാത്തവനോ ആരായാലും വേണ്ടില്ല. നിങ്ങൾ ജനിച്ചത് ഏതു മതത്തിലാണ്, നിങ്ങൾ വളർന്നത് ഏത് സംഘടനയിലാണ്, അതൊന്നും നോക്കിയിട്ടല്ല സ്വർഗം തരിക. അതാണ് ഇവിടെ പറയണത്. സ്വർഗം കിട്ടണമെങ്കിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. മൻ ആമന ബില്ലാഹി, ഒന്നാമത്തെ കണ്ടീഷൻ അള്ളാഹുവിൽ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കേണ്ടത്? അള്ള ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതിയോ? അള്ള ഉണ്ട് എന്ന് മക്കയിലും മുശ്രിക്കുകൾക്കും വിശ്വാസമുണ്ട്. അവരും പറഞ്ഞിരുന്നത് അള്ള ഉണ്ട് എന്നാണ്. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു സൃഷ്ടാവ് ഉണ്ട്, അതിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ഹിന്ദുക്കളുടെ വേദഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അതിലും പറയേണ്ടത് അങ്ങനെയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ഏകനായ ഒരു ദൈവമുണ്ട്, പരബ്രഹ്മം എന്ന് അവർ സാധാരണഗതിയിൽ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൈവത്തിൽ അവർക്കും വിശ്വാസമുണ്ട്. ജൂതന്മാർ ഇന്നും കറകളഞ്ഞ ഏകദൈവ വിശ്വാസികളാണ്. ക്രിസ്ത്യാനികൾക്കേ പ്രശ്നം പറ്റിയിട്ടുള്ളൂ. കൃത്യമായി ഏകദൈവ തൗഹീദിൽ വിശ്വസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇന്നത്തെ ജൂതന്മാർ എന്ന് പറയുന്നത്. അപ്പം മന്നാമന ബില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നല്ല. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അത് വിശ്വസിക്കണം. അല്ലാതെ അള്ള ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ. അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കണതിൻ്റെ പേരല്ല അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ആരാണ്, എന്താണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിൽ വിശ്വസിക്കണം, അതിൻ്റെ വിശദാംശങ്ങൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ തന്നെ എന്താകണം, വിശ്വസിക്കണം. അപ്പോൾ ഏകദൈവ വിശ്വാസമേ പറ്റുള്ളൂ, ശിർക്ക് പറ്റൂല. അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ കഴിവുകൾ, അവൻ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യൂല, സകല സാധനം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വിശ്വസിക്കണം. അതാണ് മൻ ആമന ബില്ലാഹി എന്ന് പറഞ്ഞത്. നിങ്ങൾ ജനിച്ചത് ജൂതമതത്തിലായിരിക്കാം, ക്രിസ്തു മതത്തിലായിരിക്കാം, ഹിന്ദു മതത്തിലായിരിക്കാം, ഏതൊക്കെ മതത്തിലായിക്കോട്ടെ, സ്വർഗത്ത് പോകാൻ താല്പര്യമുണ്ടോ? മൻ ആമന ബില്ലാഹി, ഒന്ന് അള്ളാഹുവിൽ വിശ്വസിച്ചോളി. അള്ളാഹുള്ള വിശ്വാസം എങ്ങനെ? അത് ഖുർആൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിക്കണം. അതല്ലാതെ ഒരു ദൈവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോയാലൊന്നും പോരാ. വൽയൗമിൽ-ആഖിരി, പരലോകത്തിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്തിൽ ജൂതനായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ബുദ്ധനായാലും ജൈനനായാലും അള്ളാഹുൽ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കുക. വൽയൗമിൽ-ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഏതെങ്കിലും ഒരാൾക്ക് അന്ത്യദിനത്തിൽ വിശ്വാസം ഉണ്ടോ? നമ്മൾ പറഞ്ഞു അവർക്ക് വിശ്വാസമില്ല. അവരുടെ അന്ത്യദിനം എന്നൊക്കെ പറഞ്ഞത് വേറെ സാധന, അവരുടെ പരലോകം വേറെ ഒരു സാധന. അതിൽ വിശ്വസിക്കാൻ പറ്റില്ല. യൗമുൽ-ആഖിറിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വിശ്വസിക്കണം. അപ്പോൾ അവരുടെ പഴയ വിശ്വാസം ഉപേക്ഷിക്കേണ്ടി വരും. വ അമില സ്വാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്യണം. എന്താ സൽക്കർമ്മം? എനിക്ക് നല്ലതാണെന്ന് തോന്നിയതൊന്നും സൽക്കർമ്മമല്ല. സൽക്കർമ്മം ആകണമെങ്കിൽ അതിന് പ്രാമാണികമായ അടിത്തറ വേണം. ഞാൻ എന്തോന്ന് ചെയ്തിട്ട് അത് സൽക്കർമ്മം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സൽക്കർമ്മമായിട്ട് അള്ളാഹു റസൂലും അനുസരിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ടോ നോക്കണം. അല്ലാത്തൊന്നും സൽക്കർമ്മാവില്ല. സൽക്കർമ്മ എന്ന് വിചാരിച്ച് ഇവിടെ ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതിൽ പലതും സൽക്കർമ്മങ്ങളല്ല, പലതും ദുഷ്കർമ്മങ്ങളാണ്. സൽക്കർമ്മം എന്താണ്? അത് ഖുർആനും സുന്നത്തും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന സാധനമാണ് സൽക്കർമ്മം, അത് ചെയ്യണം. കർമ്മം ചെയ്യാൻ ആദ്യമായിട്ട് വിശ്വാസം വേണം.
പടച്ചോന് വേണ്ടിയാണ് ചെയ്യണമെന്നും ഇതിൻ്റെ പ്രതിഫലം എനിക്ക് പരലോകത്ത് കിട്ടണമെന്നും ഉള്ള വിശ്വാസത്തോടു കൂടി കർമ്മം ചെയ്താൽ ഇസ്ലാമിക സൽക്കർമ്മം ഫലവത്താവുള്ളൂ. അതൊന്നും അല്ലാതെ ഏതോ ഒരാൾ എന്തോ ഒരു സൽക്കർമ്മം, ഒരു വീണ് കിടക്കണ ഒരുത്തനെ ഓട്ടോറിക്ഷയിൽ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അല്ല ചെയ്തത് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ സത്യമൊക്കെ തന്നെയാണ്. ഇത് സൽക്കർമ്മമായി പരിഗണിക്കപ്പെടുമോ? അത് പരിഗണിക്കപ്പെടണമെന്നില്ല. പ്രത്യക്ഷത്തിൽ അതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൽ പരലോക വിശ്വാസമില്ല, ദൈവവിശ്വാസമില്ല, പ്രതിഫലേച്ഛയില്ല, ഒന്നുമില്ല. ഒരാളെ കണ്ട് അയാൾക്കൊരു അനുകമ്പ തോന്നി പിടിച്ചു കൊണ്ടുപോയി എന്നല്ലാതെ ഇതിനിപ്പോൾ പടച്ചോനിരുന്ന് കൂലി കിട്ടണമെന്നോ അങ്ങനത്തെ യാതൊരു വിശ്വാസം ഒരാൾക്കില്ലെങ്കിൽ അതിനെ സൽക്കർമ്മമായി ഇസ്ലാം അംഗീകരിക്കൂല. അതിന് എത്ര ആയത്ത് വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പം ഈ പറയണത് ഏതെങ്കിലും ആൾക്കാർ ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചു, പരലോകമുണ്ട് എന്ന് വിശ്വസിച്ചു, എന്നിട്ട് പിന്നെ അവരവർക്ക് തോന്നിയ സൽക്കർമ്മം എന്ന് തോന്നിയ എന്തൊക്കെയോട് ചെയ്തു, എന്നാൽ പിന്നെ ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതല്ല പറയണത്. അവിടെ പറയുന്നത് നിങ്ങൾ ഏതു മതത്തിൽ ജനിച്ചു എന്നത് പ്രശ്നമല്ല, ഏതു മതത്തിലൂടെ വളർന്നു വന്നു എന്നതും പ്രശ്നമല്ല. സ്വർഗത്തിൽ അല്ലെങ്കിൽ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കണം, അത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വിശ്വസിക്കണം. പരലോക വിശ്വാസം ഖുർആൻ വിശദമാക്കിയിട്ടുണ്ട്, അതുപോലെ പരലോകത്തിലും വിശ്വസിച്ചോളൂ. സൽക്കർമ്മങ്ങൾ ഖുർആൻ ഏതൊക്കെയാണോ സൽക്കർമ്മമായി പരിഗണിച്ചിട്ടുള്ളത് ആ സൽക്കർമ്മങ്ങൾ നിങ്ങൾ അതേപോലെ ചെയ്തോളൂ, എന്നാൽ നിങ്ങളും സ്വർഗത്ത് കിടക്കും. ഞാൻ പണ്ട് യഹൂദനായി 18 കൊല്ലം കഴിഞ്ഞു പോയല്ലോ പടച്ചോനെ, അതിന് ഇനി ഒരു മാപ്പുണ്ടാവും, അതൊന്നും ബേജാറാകണ്ട, അതൊക്കെ പോയി, അതൊന്നും പരിഗണനയില്ല. ആ ഒരു സംഗതി പറഞ്ഞതാണ് ഇവിടെ. അതിനെയെല്ലാം കൂടി ചുരുട്ടി കൂട്ടിയിട്ട് അള്ള ഉണ്ട് എന്ന് വിശ്വസിക്കുക, പരലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുക, പിന്നെ കുറേ നന്മ ആൾക്കാർ ആശുപത്രി കൊണ്ടുപോകല്, അങ്ങനെ പലയാതി സംഗതികൾ ചെയ്യുക, എന്നാൽ പിന്നെ സ്വർഗത്തിലാണ്ട് കയറുമെന്ന് വിചാരിച്ചിരിക്കുക. ഖുർആനിൻ്റെ അധ്യാപനം അനുസരിച്ച് അങ്ങനെ ഒരാൾ സ്വർഗത്തിൽ പോവില്ല. കാരണം ബാക്കി വരുന്ന നിരവധി ആയത്തുകൾ ഈ പറയുന്നതിനെതിരാണ്. അങ്ങനെയൊന്നും രക്ഷപ്പെടൂല എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ ആയത്തോതിയിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പണ്ഡിതന്മാരെന്നോ അല്ലെങ്കിൽ അതുപോലെയുള്ള പേരൊക്കെ വെച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫേസ്ബുക്കിലും. ശ്രദ്ധിക്കണത് നല്ലതാണ്. പിന്നെ ഇപ്പം ഈ അടുത്ത് ഒരാൾ ഘോരഘോരം പ്രസംഗിക്കണമുണ്ട്, ആർക്കും ആണെങ്കിലും അവരവരുടെ മതം അനുസരിച്ച് ജീവിക്കാം, ഒരു കുഴപ്പമില്ല. എന്താ തെളിവ്? ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്ക് എൻ്റെ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ ദീൻ എന്നല്ലേ പറഞ്ഞു ഖുർആനിൽ. നിങ്ങൾ നിങ്ങളെ ദീനനുസരിച്ച് ജീവിച്ചോളൂ, ഞാൻ എൻ്റെ ദീനനുസരിച്ച് ജീവിക്കുകയാണ്, ഒരു കുഴപ്പമില്ലാന്ന്. എന്നായിരി അരമണിക്കൂർ 3/4 മണിക്കൂറിലൊരു പ്രസംഗം ഒരാളത്. ലക്കും ദീനുക്കും ആ സൂറത്ത് മൊത്തത്തിൽ ഓതിയിട്ടുണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല. തുടങ്ങണ തന്നെ എങ്ങനെയാണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ, അല്ലെ? അങ്ങനെ കൊണ്ട് പറഞ്ഞിട്ട് പോയിട്ട് ഇതിനൊന്നും നിങ്ങൾ തയ്യാറില്ലേ? ഒരു കാര്യം ചെയ്യും, ലക്കും ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ രീതി പോയിക്കോളി, വലിയ ദീൻ ഞാൻ എൻ്റെ രീതിയിൽ പോകാം. പരലോകത്ത് വരുമ്പോൾ നമുക്ക് തമ്മിൽ കാണാന്നാണ് പറയണത്. ഇവിടെ നിങ്ങൾ എങ്ങനെയോ ജീവിക്കുന്നുണ്ടാവും. നിങ്ങൾ ആരാധിക്കണതിന് ഞാൻ ആരാധിക്കണില്ല, ഞാൻ ആരാധിക്കണത് നിങ്ങളും ആരാധിക്കണില്ല. ഇത് ആകെപ്പാടെ പ്രശ്നമാണ് ഇവിടെ. നമ്മൾ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ നിങ്ങളെ രീതിയിൽ പോയിക്കോളി, ഞാൻ എൻ്റെ രീതിയിൽ പോകാം. തീരുമാനം എവിടെ വന്നോളും, അവിടെ വരും. അന്നേരം കാണാന്ന് വെല്ലുവിളിച്ചതാണ്. അതെല്ലാം കൂടി നിങ്ങൾ ഇഷ്ടമുള്ളമാതിരി നിങ്ങളെ ദീനെടുത്ത് പോയിക്കോളി, ഞാൻ എൻ്റെ അങ്ങനെ പറയാനാണെങ്കിൽ മുഹമ്മദ് നബി എന്തിനാണ് 23 കൊല്ലം പ്രബോധനം നടത്തിയത്? വന്ന അന്ന് തന്നെ ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞ് മൂപ്പർക്കാണ് പോയാൽ മതിയായിരുന്നു. മുശ്രിക്ക് അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, അവിടെയുള്ള ക്രിസ്ത്യാനികൾ അവരെ ഇഷ്ടം പോലെ ജീവിക്കുക, ജൂതന്മാർ അവരിഷ്ടം പോലെ ജീവിക്കുക, എല്ലാവരും അവരവരെ ഇഷ്ടം പോലെ ജീവിക്കുക. അദ്ദേഹത്തിന് പോയാൽ പോരായിരുന്നോ? പോയില്ലല്ലോ. എന്തെന്തൊക്കെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചത്. അതെന്തിനാ? അത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ലാന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്മുടെ ചില ആളുകൾക്ക് ആ വിവരം നഷ്ടപ്പെട്ടു പോയതാ. അപ്പം ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചില ആയത്തുകളെ കടർത്തിയെടുത്ത് അതിൻ്റെ പശ്ചാത്തലം എന്താണെന്നോ അതിൻ്റെ മുകളിലോ താഴെയോ പറഞ്ഞിരിക്കുന്ന മറ്റ് ആയത്തുകൾ എന്താണ് വിശദീകരിക്കുന്നതെന്നോ, ഖുർആനിലെ തന്നെ മറ്റ് ആയിരക്കണക്കിന് ആയത്തുകളുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ആശയം ഈ പറയുന്ന ആശയവുമായി യോജിച്ചു പോകുമെന്നോ ഒരു പരിശോധനയും നടത്താതെ ഒന്നുമില്ല, ആളെ സുഖിപ്പിക്കുക. അതന്നെ സമൂഹത്തിൽ ഞാൻ ആൾ തിരക്കേടില്ല. ഇപ്പോൾ കുറേ ആൾക്കാർ ഈ പറയുന്ന ആൾക്കാരെ പറയലുണ്ട്, കുറേ ആൾ ഇയാളുടെ കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ ഇയാളാളൊരു മഹാസംഭവമാണെന്നാണ് പറയണത്. എന്താ സംഭവം? ആർക്കും എങ്ങനെയും ജീവിക്കാം, ഒരു കുഴപ്പമില്ല, സ്വർഗത്ത് പോയിക്കോളും എന്നൊരാൾ പറയുമ്പോൾ
അതല്ലേ പിന്നെ സ്വീകരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം. മതം ഉണ്ടായാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല, വലിയ കുരുത്തക്കേടൊന്നും ഇല്ലാതെ ജീവിച്ചു പോയാൽ രക്ഷപ്പെട്ടു പോകുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ആളുകൾ. ഏതായിരുന്നാലും ഒരു ഇസ്ലാമിക ചരിത്ര പാരമ്പര്യങ്ങൾ മുന്നിൽ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഖുർആൻ മുന്നിൽ വെച്ചിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എല്ലാ മതങ്ങളിലും സത്യമുണ്ട്, എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമല്ല. അതാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ സത്യമാവില്ല. പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള വിശ്വാസ കാര്യങ്ങളിലും കർമ്മകാര്യങ്ങളിലും കുടുംബ നിയമങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും തുടങ്ങി കച്ചവട കാര്യങ്ങൾ എല്ലാത്തിലും ഇസ്ലാമിൽ നിയമമുണ്ട്. ആ നിയമമൊന്നുമല്ല മറ്റേ ആളുകളത്തിലുള്ളത്. നമ്മൾ ഹറാമ് എന്ന് പറയുന്നത് അവർക്ക് ഹലാലാണ്. രണ്ട് ഹലാലും ഹറാമും ഒരേ സമയത്ത് ഒരിക്കലും സത്യമാവില്ലോ, ഏതോ ഒന്നാണ് അതിൽ സത്യം. അതുകൊണ്ട് സർവമത സത്യവാദം എന്നത് ഒരു ഫാഷൻ എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ചിലർ പ്രചരിപ്പിക്കാൻ വരികയാണ്. മതസംബന്ധമായ ശരിയായ അറിവ് വേണ്ട വിധത്തിൽ കിട്ടിയിട്ടില്ലാത്ത ആളുകൾക്ക് അതൊരു സൗകര്യമായിട്ട് തോന്നുകയും അവർ ചിലരൊക്കെ അതിലേക്ക് ചേക്കേറി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് കരുതിയിരിക്കുക. ഇങ്ങനെ ഉള്ളത് അതല്ല ശരിയെന്നും സത്യം മറ്റൊരു വശത്താണെന്നും മനസ്സിലാക്കാൻ ഈ ഒരു സംസാരം നിങ്ങൾക്ക് സഹായകം ആയെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഇത്രയും സമയം ഇത് കേട്ടിരിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.